ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. മക്കളൊന്ന് വായിച്ചേട്ട്. ഉൽപ്പത്തി 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഇതാ ഞങ്ങളുടെ പ്രസംഗം. വചനം മനസ്സിലാകുന്നവർക്കായി ഇന്ന് പകൽ ശനിയാഴ്ച സഭയിലിരിക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ ജീവിതത്തിന് നേരെ കൊടുങ്കാറ്റടിക്കാം, പെരുങ്കാറ്റടിക്കാം, ഈശാനുമൂലാലടിക്കാം, വീട്ടിനകത്ത് അല്പ കലകമുണ്ടാകാം. നാട്ടുകാർ പറയും നിന്റെ പെട്ടകം തകർന്നു പോകും. സിസ്റ്റർ ഇന്ന് പ്രഭാതത്തിൽ പറയണം, ഒന്ന് കറങ്ങിയാൽ, ഒന്ന് ഉലഞ്ഞാൽ, ഒന്നാടിയാൽ, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ കരമുയർത്തുന്നവർക്കായി അതിനെ ആരാധനകത്ത് ഉറപ്പിക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് നീ ഭയപ്പെടണ്ട, ഇന്ന് നീ ഭ്രമിച്ചു നോക്കണ്ട. നിന്നെ വിളിച്ച ദൈവം വിശ്വസന, അവൻ വഴിയിൽ തളർന്നു പോകാൻ അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്നവർക്കായി ക്രിസ്തീയ ജീവിതത്തിൽ വചനം ഏറ്റെടുക്കുമ്പോൾ പ്രതികൂലം വരും, പ്രതിസന്ധി വരും. നിന്റെ പടക് തകരുമെന്ന് പറയും. ഈശാനുമൂലം നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുക. ക്യാൻസർ ഒരുപക്ഷെ 4-ാമത്തെ സ്റ്റേജ് ആയിരിക്കുക. ഹാർട്ട് അറ്റാക്ക് ഫലപാലവ മാറി വരും. നാട്ടുകാർ പറയുക നീ തകർന്നു പോകുമെന്നാൽ ഇന്ന് പകൽ സഭയിലെ കൂട്ടങ്ങളുടെ കാലയിൽ ചൊല്ലണം, അവൻ നമ്മെ ജീവനോടെ കാക്കുന്ന ദൈവം, നമ്മുടെ കാലടികൾ വഴുതുവാൻ അനുവദിക്കാത്ത ദൈവം. ഇന്ന് പകൽ സഹോദരി പറഞ്ഞാട്ടെ, അച്ചായ പറഞ്ഞാട്ടെ, ചെറുപ്പക്കാര പറഞ്ഞ്, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അത് വഴിയരികത്ത് പറ്റുപോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനെ ആരാധനകത്ത് ഉറപ്പിക്കുക. ഇന്ന് പ്രഭാതത്തിൽ വളരെ പ്രാർത്ഥനയോടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുമായി ദൈവാലയത്തിനകത്ത് കടന്നിരിക്കുന്നവർക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ലോകയുടെ പെട്ടകത്തെ ആഞ്ഞടിച്ച അതേ പ്രതികൂലം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തകരുമെന്ന് ലോകം പറയും, മെഡിക്കൽ സയൻസ് പറയും നീ തകർന്നു പോകുമെന്ന്, നാട്ടുകാർ പറയും നിന്റെ കുടുംബത്തിൽ ശവപ്പെട്ട് വരുമെന്ന്, അടുത്ത ബന്ധുക്കൾ പറയും നിന്റെ കുടുംബത്തിൽ ദുർമരണം വരുമെന്ന്, പല പിശാചുക്കളും നിനക്കെതിരെ പോരാടി നിൽക്കുക. എന്നാൽ ഇന്ന് പകലിൽ കരമുയർത്തി പറയണം, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഈശാനുമൂലൻ വരട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ, പ്രതികൂലം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ആർക്കിന്ന് പകൽ ക്രൈസ്റ്റ് ചർച്ചിൽ പറയാൻ കഴിയും, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആ പ്രസംഗം കേൾക്കണം. 7 അടിസ്ഥാന ഉപദേശം. അതാ എൻ്റെ പ്രസംഗം. 1 ഗോപേർ മരം, 2 300 നീളം, 3 50 വീതി, 4 30 ഉയരം, 5 3 വാതിൽ, 6 3 തട്ട്, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. 7 അടിസ്ഥാന ഉപദേശമുള്ള ദൈവമക്കളെ സിയോൻ പർവ്വതത്തിൽ ഉത്തരഗിരിയിൽ അവൻ എത്തിക്കും. അതാ ഞങ്ങളുടെ പ്രസംഗം. ഏതാ അടിസ്ഥാനോപദേശം? രക്ഷ, മാനസാന്തരം, അനുതാപം, മുഖ്യസ്നാനം, ആരാധന, തിരുമേശ, പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ദൈവമക്കളെ നിത്യതയിലെത്തിക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. സ്തോത്രം. അവിടെ ചെന്ന് പെട്ടകം ഉറച്ച് നമ്മുടെ നാടൻ ഭാഷയിൽ തമിഴ്നാട് പിടിക്കാം. സ്തോത്രം. ഇനിയാണ് നമ്മുടെ പ്രസംഗം. ലോകത്തിൻ്റെ കാലം. ആര് പോകുമെന്നും കേൾക്കണം. പറയുമ്പോഴേ നിർത്തും. സമയമൊന്നും ആയിട്ടില്ല. എന്താ കാര്യം എന്നറിയാം? എന്നെ ഈ പെട്ടകം ചെന്ന് ഉടച്ചത് നമ്മുടെ കളിയലിൻ്റെ അവിടെ ആറാട്ടുകൂടി കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞ് ചിറ്റൂരെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഡാമൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്ഥലമായിരുന്നു. അരാരാത്ത് ഇപ്പോഴും ഉണ്ട്. ഈജിപ്തിലായി പർവ്വതം എപ്പോഴും ഉള്ളത്. അവിടെ നോഗയുടെ പെട്ടകം ഉറച്ചതിൻ്റെ പാടുകളുമുണ്ട്. സ്തോത്രം. അവിടെ നമ്മുടെ നാട് തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ ചിറ്റൂരിനടുത്ത് നട്ടയിൽ പോയി അവിടെ പെട്ടകം ഉറച്ച്. നോഗയും മക്കളും അവിടെ നല്ല ഭൂമിയായിരുന്നു, ഫലഭൂഷ്ടായ ഭൂമി. ഈ സുനാമിയൊക്കെ വന്ന് എക്കൽ വായിച്ച ഭൂമിയാണ്. അവിടെ എന്തോ ചെയ്തെന്നറിയാവും? പിന്നെ സുവിശേഷമൊന്നുമില്ല. അവർ ഭൂമിയെല്ലാം വെട്ടിപ്പിടിച്ച് നല്ല കൃഷി തുടങ്ങി. എല്ലാവരും കേൾക്കണേ. ആദ്യം തക്കാളി, പിന്നെ അത് കഴിഞ്ഞിട്ട് വെണ്ടക്കൃഷിയെല്ലാം നമ്മുടെ പാസ്റ്റ് പക്കത്തിൽ ചെയ്തു പോലെ ചെയ്ത്. അപ്പോൾ അതിനൊന്നും വലിയ രക്ഷയില്ല. അവസാനം ഒരു കാര്യം ചെയ്ത് നല്ല മുന്തിരി കൃഷി തുടങ്ങി. നല്ല വെള്ളം കിട്ടിയ സ്ഥലമായിട്ട് മുന്തിരി നല്ലതുപോലെ. ഉടനെ കാട്ടാക്കട, വെള്ളറട, നെയ്യാറ്റിങ്കര, പാറശാല, കളിക്കാവളം, മാർത്താണ്ടത്തെ വ്യാപാരികളെല്ലാം രാവിലെ ബൈക്കിൽ ചെന്ന് പെട്ടിക്കണക്കിന് മേടിച്ചു. നോഗ വളരെ ചീപ്പ് റേറ്റിന് കൊടുത്തപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കള്ളുണ്ടാക്കുന്ന ബിവറേജസുകാർ പിടികിട്ടി. നോഗയുടെ മുന്തിരിത്തോട്ടം നല്ലതാണ്, അവിടുന്ന് ഒറിജിനൽ സാധനം കിട്ടുന്ന മരുന്നടിച്ച ഒന്നുമല്ലെന്ന്. സ്തോത്രം. അവർ നേരെ വന്ന് നോഗയുടെ മുന്തിരിത്തോട്ടം കണ്ടിട്ട് പറഞ്ഞു, അയ്യാ இந்த மாதிரி കേരളത്തൊക്കെ തമിഴ്നാട്ടിൽ കൊടുത്താൽ ചിന്ന ചിന്ന തുട്ടേ കിടക്കും, അങ്ങ് ബാംഗ്ലൂർക്ക് പെട്ടിക്കണക്കിന് കൊടു, ഞങ്ങൾ ഓൺലൈൻ ബാങ്ക് വഴി പൈസ അയച്ചു തരാമെന്ന്. തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ബാങ്ക് വഴി ട്രാൻസ്ഫർ ആക്കി തരാം, ലക്ഷക്കണക്കിന്. നോഗയും വിചാരിച്ച് എന്തിനാ യവന്മാർക്ക് കൊടുക്കുന്നത്? നോഗ ഇങ്ങനെ കണ്ടെയ്നറായിട്ട് ബാംഗ്ലൂരിൽ അയച്ച് നല്ല പൈസയും വന്ന് വീടായി, കാറായി. അങ്ങനെ ഇരുന്നപ്പോൾ 6 മാസം കഴിഞ്ഞപ്പം ഒരു ചിന്ന കഥ ബാംഗ്ലൂരുകാർ കാണാൻ വന്ന്.
ബാംഗ്ലൂരുകാർ കാണാൻ വന്ന് നോഹയോട് പറഞ്ഞു, അയ്യാ നിങ്ങൾ മുന്തിരി നല്ല ബിവറേജസ് നല്ല ബിയറൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്കും കാശെ കടച്ചിരിക്കത്, അയ്യായെ കാണാൻ വന്നിരിക്കത് ഇതായിരിക്കുന്ന സാമ്പിൾ ബോട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന അയ്യാ കുടിച്ചോളാം. സ്വോത്രം. നോഹയോട് പറഞ്ഞത് ഞങ്ങൾ കള്ളുണ്ടാക്കുന്നവരാ, ചെറിയ സാമ്പിൾ ബോട്ടിലുണ്ട് നോഹ കുടിക്കാൻ. നോഹ പറഞ്ഞു, അയ്യോ ഞാൻ സുവിശേഷം പ്രസംഗിച്ച ഉപദേശിയ, എനിക്കിത് കുടിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ ഭാഷന്മാർ ഊളിയക്കാർ പറയുന്നത്, അച്ചായ ഇച്ചിരിയൊക്കെ കുടിച്ചാൽ വയറ്റിന് നല്ലതാ, പിന്നെ ചില ഉപദേശിമാർ പറയുന്നുണ്ട് യൂറിൻ പാസ് ചെയ്യാൻ അവൻ നല്ലതാണ്. സ്വോത്രം. അങ്ങനെ പറയുന്നത് എന്താ തപ്പാണ് ഊളിയക്കാരും ഇരിക്കുന്നത്. സ്വോത്രം. ബിയർ അടിച്ചാൽ സ്വോത്രം. അതുപോലെ എന്തായാലും നോഹയ്ക്ക് ഇത് കൊടുത്തു. നോഹയും വിചാരിച്ചപ്പോൾ പരിശോധമൊന്നുമില്ല, ഞാൻ ചർച്ചിലും അങ്ങനെ പോകുന്നില്ല. ആദ്യം 30, 60, 90 പിന്നെ പുൾ കുടിയാനായി സുവിശേഷം പ്രസംഗിച്ച അയ്യോ നോഹ അത് കണ്ടില്ലയോ, ഞാൻ നിങ്ങളെ തൊടുന്നില്ല. ഇങ്ങ വേലക്കാർ കേരളാവിൽ ഒരു അരുമயான വേലക്കാരൻ இந்த നാൾക്കളിലെ പ്ലെയിനുക്കുള്ള പോയിരിക്കുന്നത്, വിമാനത്തിക്കുള്ള. അപ്പോൾ ആ എയർ ഹോസ്റ്റസ് വന്ന് ദാണ്ട സാമ്പിൾ ബോട്ടിൽ പുള്ളിയുടെ കൊടുത്ത് പുള്ളി വിചാരിച്ച് ആരും അറിയത്തില്ലെന്ന്. സ്വോത്രം. ഇങ്ങനെ വന്നപ്പോൾ കർത്തദാസ എനിക്ക് ചായ തന്നതുപോലെ അവൻ കുടിച്ച്. പക്ഷേ ഇപ്പുറത്തിരുന്ന മലയാളിയാ, അവൻ ഒറ്റ പടമെടുപ്പ് വീഡിയോ. സ്വോത്രം. ഊളിയക്കാരൻ ഫ്ലൈറ്റുക്കുള്ള இருக்குது കള്ള് കുടിക്കുന്നത്. സ്വോത്രം. കേരളത്തിൽ ഭയങ്കര പ്രശ്നമായി. ஊழியக்காரன் இப்போ படிக்க போகிறது. அது இந்த லைவில் போகிறது. அருமையான செய்திகளை கேட்குற எங்கமான ஊழியக்கார் எங்கே இருக்குது? ஐயா அங்கே ஃப்ளைட்டுக்குள்ள யாத்திரை இது சாம்பிள் போட்டில் கிடைச்சால் அது நீ குடிக்க மாட்டேன், பேகுக்குள்ளே வச்சு எங்கேயோ ஆள் இல்லாத வீட்டுக்கு போய் சாப்பிடு, പ്ലെയിൻ അകത്ത് വെച്ച് സാപ്പിടരുത്. എല്ലാത്തിൻ്റെ 4G ക്യാമറയുള്ള മൊബൈലിൽ അയ്യാ കാര്യം പോയി കിട്ടും. സ്വോത്രം. മലയാളം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സ്വോത്രം. അവൻ്റെ ശുശ്രൂഷയും പോയി, കാര്യം പോയി. അതുകൊണ്ട് നിങ്ങളെ ഉദ്ദേശിച്ചല്ലോ, നിങ്ങൾ പാവങ്ങളാണ്. ആദ്യം ഞങ്ങളാ റെഡിയാവേണ്ട ഉപദേശിമാർ, ഊളിയക്കാർ. അതൊക്കെ താൻ പച്ചയ്ക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഊളിയക്കാർ വെളിനാട്ടുക്ക് പോയത്, സിംഗപ്പൂർ, മലേഷ്യ, UK, അമേരിക്ക പോയത് അരുമയാണ് ഊളിക്കാർ இந்த லைவில் பார்க்கறது. ஏர் ஹோஸ்டஸ் கொண்டு വരുന്ന சின்ன போட்டில் உங்கள் கைக்கிட்டு கிடைக்கால் പ്ലെയിനുക്കുള്ള തന്നെയെ സാപ്പിടാതെ ബാഗുക്കുള്ള ലഗേജുക്കുള്ള വെച്ച് ഒളി സ്ഥലത്ത് പോയി പാത്തിട്ട് എന്തെങ്കിലും ചുട്ടു നിൽക്കത്തുള്ളൂ. സ്വോത്രം. അത് തമിഴ് മക്കൾക്കും കൂടെ പറയുക. സ്വോത്രം. അങ്ങനെയെങ്കിൽ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല, മദ്യപാനി നിത്യതയിലെത്തത്തില്ല. മക്കൾ ഒരു നേരം ഉച്ചയ്ക്ക് വന്നു എല്ലാവരും കേൾക്കണം, ഇതാ ശാപം. വഴിയരികെ പ്രസംഗിച്ച് പരസ്യയോഗത്തിൽ പ്രസംഗിച്ച് അനേകം പേരുടെ രക്ഷയ്ക്ക് വേണ്ടി വെളിവും ദൂതും പറഞ്ഞ ഉപദേശി കാള് കുടിച്ചിട്ട് പച്ച മലയാളം പറഞ്ഞാൽ ഉടുതുണിയില്ലാതെ കിടക്കുന്നു. ഒരുവൻ അവൻ്റെ മേൽ ഉടുതുണി ഇട്ടു, ബോധം ഞെട്ടിത്തുടുന്നു. നോഹ നോക്കിയപ്പോൾ കലാൻ ശപിക്കപ്പെട്ടവൻ. ഒരു വാക്കവൻ പറഞ്ഞു. എന്താ വാക്ക്? അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയേണ്ട ഉപദേശി എന്താ പറഞ്ഞ്? ശപിക്കപ്പെട്ടവൻ. സ്വർഗം പറഞ്ഞു ഇനി അവൻ്റെ കൂടെ ഇല്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. സ്വോത്രം. അവിടുന്ന് സ്വർഗം പോയി. എന്താ? ആദ്യത്തെ അനുഗ്രഹിക്കപ്പെട്ട ഭക്തൻ വീണ് പോയത് പണമിടപാടിലല്ല, സ്ഥലമാറ്റ വിഷയത്തിലല്ല, സഭാ ഫണ്ട് വെട്ടിച്ചതല്ല, ദൈവത്തിന് ഹിതമല്ലാത്ത മദ്യപാനം നോഹയുടെ കുടുംബത്തിനകത്ത് ഇറങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ തകർത്തു. ആ കനാന ഇന്നത്തെ സൗത്ത് ആഫ്രിക്ക. അതുകൊണ്ട് ആ ഊളിയക്കാരെ ഇന്ന് സൗത്ത് ആഫ്രിക്ക സ്വർണ്ണം ഇഷ്ടം പോലുണ്ട്, പക്ഷേ അവിടെ രോഗമുണ്ട്, വെടിവെപ്പുണ്ട്, കലാപമുണ്ട്. നൈജീരിയ, കോങ്കോ, ഹെയ്ത്തി മുഴുവൻ നോഹയുടെ മക്കളാണ്. സ്വോത്രം. അതാ കനാൻ ശപിക്കപ്പെട്ടവൻ, നോഹയുടെ കുഞ്ഞുങ്ങളാ. ഇന്നത്തെ സൗത്ത് ആഫ്രിക്കയുടെ നല്ലൊരു ഭാഗം ദൈവത്തിൻ്റെ ശാപമാണ്. സ്വർഗം വിചാരിച്ചു ഇനി രക്ഷയില്ല. അവിടുന്ന് സ്വർഗം യാത്രയായി. കായിൻ ഹാബേൽ കഴിഞ്ഞ ഒരു സന്ധ്യതി ആർക്ക് ലഭിച്ചു? ആദമിന്. അവൻ്റെ പേരാ ശേത്ത്. ശേത്തിൻ്റെ കുടുംബം പാർത്തത് ഇറാഖിലെ മെസപ്പൊട്ടോമിയ. അവിടെ ഒരു നദിയുണ്ട് മെസപ്പൊട്ടോമിയയുടെ അടുത്ത്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. അതിനോട് ചേർന്ന് ഒരുവനിരിപ്പുണ്ട്, തേരഹ്. ശേത്തിൻ്റെ മകനായ തേരഹിനെ സ്വർഗം നോക്കി. അവനെ നോക്കിയപ്പോൾ തേരഹ് അവിടെ ഇല്ല, അവിടെ ഒരു കൊച്ചു പൈതലിരിക്കുന്നത്. അവൻ്റെ പേര് അബ്രാം. അബ്രാമിനെ ദൈവം കണ്ടു. അവൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സ്വർഗം അബ്രാമിനോട് പറഞ്ഞു, അബ്രാമേ എഴുന്നേൽക്ക. അബ്രാമിനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുക, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കുക. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടലിലെ മണൽത്തരി പോലെ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വരവ്, ലോത്തിൻ്റെ കാലം. വായിച്ചു തരാം. ലൂക്കോസിൻ്റെ സുവിശേഷം. കർത്തൻ വരവ്, ലോത്തിൻ കാലം. ലൂക്കോസിൻ്റെ സുവിശേഷം 17, 28, 29 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 17, 28, 29 ക്ലിയർ കട്ടായിരിക്കണം. വായിക്കാം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ
തന്നെ മനുഷ്യപുത്രന്റെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്ത് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഔവണ്ണം തന്നെ. അടുത്ത വാക്ക് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. മതി. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇതാ നോഹയുടെ കാലം, ലോത്തിന്റെ കാലം. ചുമ്മാതെ കൊല്ലംകോട് വന്ന് യേശു വരാറായി നോഹ ലോത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ക്ലിയർ വചനമായി കേൾക്കുന്നത്. അബ്രഹാമിനെയാ ദൈവം വിളിച്ചത്. വേറൊരുവനൂടെ കൂടെ സഹോദരപുത്രൻ ലോത്ത്. അവരെ കൊണ്ടുപോയത് എവിടെ? 1498 കിലോമീറ്റർ. ആ സ്ഥലത്തിൻ്റെ പേരാ വാഗ്ദത്ത കനാൻ. അതിനുവേണ്ടി ആ ദൈവദാസന്മാരെ ഇസ്രായേൽ ഹമാസ് സംഘടനം എത്തുന്നത് കനാനിലേക്കാണ്. സ്വോത്രം. അതിനെ ഞാനതാ ആനപ്പാറ EMC ബോസ് മാസ്റ്റർ അവിടെ പ്രസംഗിച്ചുകൊണ്ട് അവിടെ പ്രസംഗിക്കാത്ത വീണ്ടും ലൈവ് കാണുന്നവർ വീണ്ടും ഒരു പ്രസംഗം റിപ്പീറ്റ് ചെയ്യേണ്ട. അതുകൊണ്ട് അതോടെ ഇസ്രായേൽ ഹമാസ് ചെല്ലുന്നത് അബ്രഹാമിൻ്റെ വീട്ടിലേക്ക്, കനാനിലേക്ക്, വാഗ്ദത്ത ദേശം. അബ്രഹാമിൻ്റെ കൂടെ വിളിയേക്കാത്ത ഒരുവനൂടെ വന്നു. അവൻ്റെ പേരാ ലോത്ത്. ഇപ്പം ആടായി, വീടായി, കാറായി. 2 കല്യാണം നടന്നു. 2 കല്യാണത്തേക്ക് പ്രശ്നം എന്ത്? അബ്രഹാമിനൊരു അമ്മാമ്മ വന്നു. അമ്മാമ്മയുടെ പേര് സാറ. ലോത്തിനൊരു അമ്മാമ്മ വന്നു. പേര് ആര് ചൊല്ലും? ലോത്തിൻ്റെ ഭാര്യയുടെ പേര് ആര് പറയും? 1000 രൂപ സമ്മാനം. പാസ് കയറണ്ട്, ഇപ്പം ഞാൻ തരാം. ലോത്തിൻ്റെ ഭാര്യയുടെ പേര് ബൈബിളിലുമില്ല, ഗൂഗിളിലുമില്ല. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അവർ പള്ളിയിലും പോകത്തില്ല, കൺവെൻഷൻ കൂട്ടങ്ങൾക്കും പോകത്തില്ല. ലോത്തും അബ്രഹാമും അത് കഴിഞ്ഞ് സാറാമാമയും കൂടെ ജീപ്പിനകത്ത് നമ്മുടെ ക്രൈസ്റ്റ് ചർച്ച് വരും. ലോത്തിൻ്റെ അമ്മാമ വരത്തില്ല. അവർ വീട്ടിൽ നിന്ന് പെട്ടി, പ്രമാണം, ആധാരം, ബാങ്ക് ഡിപ്പോസിറ്റ് ഇതെല്ലാം നോക്കി. അമ്മാമയ്ക്ക് പിടി കിട്ടി. അവർ ബുദ്ധിയുള്ള അമ്മാമയായിരുന്നു. ഇറച്ചിപ്പാലത്ത് സൺ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് MBA പാസ്സായ അമ്മാമയായിരുന്നു ലോത്തിൻ്റെ അമ്മാമ. സ്വോത്രം. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. സ്വോത്രം. അതുകൊണ്ട് ലോത്തിൻ്റെ അമ്മാമ എന്തോ ഇതെന്നറിയാമോ? ഇതെല്ലാം നോക്കി. അമ്മാമ്മയുടെ മകൻ കടന്തൽ കുത്തിയോലെ ലോത്തിനോട് പറഞ്ഞു, നിങ്ങളിവിടെ അധ്വാനിച്ചതെല്ലാം താണ്ട് അബ്രഹാം കൊണ്ടുപോയി. അന്ന് ആ വീട്ടിൽ 2 റേഷൻ കാർഡ്, 2 കഞ്ഞിപ്പര, 2 ആധാർ, 2 ബാങ്ക് അക്കൗണ്ട്, 2 കലം കഞ്ഞിയെ തൂവത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നു. ഞാൻ പച്ചയ്ക്ക് പറയുക. സ്വോത്രം. തമിഴ്നാട്ടിലെ സഹോദരിമാർ 50 സഹോദരിമാർ. കേരളത്തിൽ സഹോദരിമാർ 2 പേർ സഭയിൽ കലകമുണ്ടായ ലൈവ് പോയാലും ശരി, ഒന്നീ പാസ്റ്ററിന് ഹാർട്ട് അറ്റാക്ക്, അല്ലേ സ്ഥലം മാറ്റം. ഇത് 2 ഉറപ്പാണ്. സ്വോത്രം. ചില സഹോദരിമാർ സഭയിൽ നിന്ന് അവസാനം പറയുക, ഞാൻ ജീവനോടെ ഈ സഭയിലുണ്ടെങ്കിൽ പാസ്റ്റർ വണ്ടം മേട്ടിക്കുമെന്ന്. സ്വോത്രം. എങ്ങനെ ഇരിക്കുന്ന സ്ഥലമാറ്റം മേടിച്ചു കൊടുക്കുമെന്ന്. ഞാൻ ഈ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ നിൽക്കുന്ന സഭാക്കൂട്ടത്തിന് ഒരു വലിയ സഭയാണ്, ഷാരോൺ സഭയാണ്. അപ്പം അവിടെ ചില സഭയിൽ ഊളിയക്കാരും ഇരിക്കുന്നത്. അവിടെ ഈ ചില സഭയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പാസ്റ്റർമാരും അവിടുത്തെ സെൻട്രൽ അച്ചായനും പറയാറുണ്ട്, പാസ്റ്റർ ഞായറാഴ്ച ഫ്രീ ആണെന്നു. ഞാൻ പറഞ്ഞു ഫ്രീയാ. അപ്പം ഒന്ന് വന്ന് പ്രസംഗിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു മൈക്ക് കിട്ടിയാൽ നമ്മുടെ ജോലി പ്രസംഗമില്ലയോ? സ്വോത്രം. ഞാൻ പറയും ഞാൻ വരാമെന്ന്. പാട്ട് നേരത്തെ നിർത്തും. അവിടെ ചെന്നിട്ട് യേശു വരാറായെന്നല്ല പ്രസംഗത്തിൻ്റെ ആദ്യത്തെ വിഷയം. ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? നല്ല പ്രസംഗം. അത് കഴിഞ്ഞിട്ട് വെളിപ്പാട്, 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവൻ്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അവൻ ന്യായാസനങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനോടും വിശുദ്ധന്മാരോടും 1000 ആണ്ട് വാണു. മരണം ന്യായവിധി. പിന്നെ സഭയെ വല്ലൊരു ഹല്ലേലൂയ ചൊല്ലുമോ? ചൊല്ലത്തില്ല. സ്വോത്രം. എന്നിട്ട് ലാസ്റ്റ് ശവപ്പെട്ടിയുടെ കഥയും കൂടെ പറയും. അപ്പോൾ ഈ 2 സഹോദരന്മാരോട് ചോദിക്കും, മോനെ പെട്ടി വേണോ അക്കരെ പോകണോ? ഒറ്റ ചോദ്യം, പെട്ടി വേണോ അക്കരെ പോകണോ? സ്വോത്രം. അന്ന് സഭയിലെ കലകം തീരും. സ്വോത്രം. പക്ഷേ കേരളത്തിലേക്ക് 2 സഹോദരിമാർ വന്നതിന് നമ്മളല്ല, ദൂതം വന്നാൽ പോലും രക്ഷയില്ല. സ്വോത്രം. തമിഴ്നാട്ടിലെ സ്വോത്രം. ഇതുപോലെ ആയിരുന്നു അബ്രഹാമിൻ്റെ വീട്ടിൽ. അബ്രഹാമും ലോത്തും വിഷയമായി. ലോത്ത് അബ്രഹാമിനോട് പറഞ്ഞ്, എൻ്റെ കൂടെ വന്ന ദൈവം കൂട്ടിന് തന്ന ഈ സഹോദരി പറയുക വീതം മക്കായി. അബ്രഹാം പറഞ്ഞു, ഇതെല്ലാം എൻ്റെയാ കുഞ്ഞ്. കാട്ടാക്കട എൻ്റെയാ, പാറശാല എൻ്റെയാ, കൊല്ലംകോട് ചന്ത എൻ്റെയാ, ഊരമ്പ് മാർക്കറ്റ് എൻ്റെയാ, ബാക്കി ഒന്നും തരാനില്ല. അപ്പോൾ ഉടനെ നാടൻ ഭാഷയിൽ ലോത്ത് പറഞ്ഞു, ഞാനും ഭാര്യയും കൂടെ വീട്ടുമുറ്റത്ത് കൊടി കുത്തുവന്നു. സ്വോത്രം. അബ്രഹാം ചീഫ് പാസ്റ്റർ അല്ലയോ? സഭയുടെ മെയിൻ പാസ്റ്റർ അല്ലയോ? വിശ്വാസികളുടെ പിതാവല്ലയോ? അബ്രഹാം ദൈവത്തെ നോക്കിയല്ലോ ഒരു കാര്യം. അപ്പുറത്ത് അയൽക്കാരുണ്ട്, കനാന്യർ, പെരിസ്യർ, യെബൂസ്യർ. അവർ നോക്കിയാൽ വിചാരിച്ചു, ചേട്ടാ ഇവൻ കൂട്ടത്തെ എല്ലാം വെച്ചിട്ട് ചേട്ടാ അനിയനുമായിട്ട് വഴക്കൂടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, മോനെ നിനക്ക് ആവശ്യമുള്ള എല്ലാം നീ എടുത്തോളാൻ പറഞ്ഞു. സ്വോത്രം. ആ ലോത്ത് എടുത്തതാ. പാറശാലയും കൊണ്ടുപോയി, നെയ്യാറ്റിൻകരയും കൊണ്ടുപോയി, നമ്മുടെ കളിക്കാവിളെ മാർത്താണ്ടോ. ഇതിൻ്റെ പേരാ സോദോം ഗോമറ. കരമുയർത്തുന്നവർക്കായി കണ്ണിന് കൊള്ളാവുന്ന എല്ലാം കൊണ്ടുപോയി. സ്വോത്രം. അതിൻ്റെ സംഭവം അവരെ വീട്ടിൽ പ്രാർത്ഥനയില്ല, കാര്യമില്ല, ഒന്നുമില്ല. അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു. ഇതാ എൻ്റെ പ്രസംഗം. ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു, അബ്രഹാമിനോട് കാര്യങ്ങൾ പറഞ്ഞു. സോദോമിൻ്റെ പാപം സ്വർഗത്തോളം എത്തി കല്ലും മണ്ണും നിലവിളിക്കുന്നു.
അപ്പോൾ അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു. അബ്രഹാം നിലവിളിച്ചു വീട്, അയ്യോ എൻ്റെ സഹോദരപുത്രനായ ലോത്ത് അവിടെ ഉണ്ട്, അവൻ്റെ മേൽ ന്യായവിധി വരുത്. അപ്പൊ സോദോമിനകത്ത് സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. 50 പേരുണ്ടോ? ഇല്ല. 10 പേരുണ്ടോ? ഇല്ല. 5 പേരുണ്ടോ? ഇല്ല. അവസാനം സ്വർഗം ചോദിച്ചു, ഒരുത്തനെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെന്ന്. ഇടിവിൽ നിൽക്കുവാൻ ഒരു ദൈവദാസൻ ദേശത്തുണ്ടെങ്കിൽ ദേശത്തനർത്ഥം വരാതെ എൻ്റെ ദൈവം കാക്കും. കരമുയർത്തുന്നവർക്കായി കാവൽക്കാരാ, കാവൽക്കാരാ, നീ ഭയങ്ങുന്നതെന്ത്? കൊല്ലങ്കോട് ഒരു സുനാമി വരാം മക്കളെ, വെട്ടുവിളയും വരാം, മീക്കായൽ തോപ്പിലും വരാം, അപ്പുറത്ത് വയലും കര വരെ വെള്ളം കയറാം. കയറാതിരിക്കുന്നത് ഇടിവിൽ രാത്രിയും പ്രഭാതത്തിലും കരയുന്ന ഊളിയക്കാരും കയറിക്കത്. കരമുയർത്തുന്നവർക്കായി നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദേശത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ ദേശത്ത് ദൈവത്തിൻ്റെ ന്യായവിധി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്ന ദൈവമക്കൾക്കായി അതാ സോദോമിനകത്ത് പോകുന്നതിന് മുമ്പ് ഇന്ന് 39ാമത് കൺവെൻഷൻ ഞാൻ ഒരു കാര്യം പറയാം. കർത്താവിൻ്റെ വേലക്കാർ, സീനിയർ പാസ്റ്റേഴ്സ് ഇങ്ങ മേടയിലൊക്കെ ഇருக்கு. ദേശത്തൊരു വലിയ ദുരന്തം വരുന്നതിന് മുമ്പ് തൻ്റെ ഭക്തന്മാരെ ദൈവം ദർശനത്തിൽ കൂടി അറിയിക്കും. കരമുയർത്തുന്നവർക്ക് ഇന്ന് പകൽ അതാ ദൈവത്തിൻ്റെ നീതി. സോദോമിനകത്ത് ന്യായവിധി വരുന്നതിനെന്ത് മുട്ടുമടക്കുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഊരമ്പും കൊല്ലങ്കോട് ഒരു വലിയ പ്രകൃതി ദുരന്തം വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഭക്തന്മാരോട് ദൈവം അരുളപ്പാട് കൊടുക്കും. ഓ, കൊടുക്കത്തില്ലേ? ദൈവം ആരാ? ഈ ഏലിയുടെ മക്കളെ ദൈവ വഴി വിട്ടേ പള്ളി കിടന്നുറങ്ങുക. പക്ഷെ ശമൂവേൽ രാത്രി, ഞങ്ങളുടെ ഉപദേശകാരൊക്കെ അതാ കണ്ടുപിടിക്കണ്ടേ, ശമൂവേൽ രാത്രി ദൈവത്തോട് നിലവിളിച്ച്. അന്ന് വചനം ദുർലഭമാണ്, ദർശനം ദുർലഭമാണ്. പക്ഷേ ദൈവം മുട്ടുമടക്കുന്നവനോട് സംസാരിച്ചു. ശമൂവേലിനെ ദൈവം വിളിച്ചു, അടിയനിതാ അരുളപ്പാട് തന്നാലും ആ കരമുയർത്തിക്കാട്ടെ. രാവും പകലും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നെങ്കിൽ പ്രകൃതിയും ഭരണകൂടവും ഗവൺമെൻറ്റും നാട്ടുകാരും നിനക്ക് വിരോധമായിരിക്കാം. പക്ഷേ നീ മുട്ടുമടക്കുമ്പോൾ ശമൂവേലിന് അരുളപ്പാട് കൊടുത്തതുപോലെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അരുളപ്പാട് കൊടുക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വചനം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ലോത്തിൻ്റെ വീട്ടിൽ സായം സന്ധ്യയിൽ 2 ദൂതന്മാർ വന്നു. ബാക്കി വായിക്കാം. അവരെന്താ പറഞ്ഞ് വായിച്ചിട്ട് മോളെ? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18-20 ക്ലിയർ ആയിരിക്കണം ബൈബിള്. ഞാനിത് കാണാതെ പറയാം, പക്ഷേ കുഞ്ഞ് വായിക്കുന്ന ക്ലിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും പഠിച്ചോണ്ടിറങ്ങാം, അത് വേണ്ടിയാ. ഉൽപ്പത്തി 18-20 വായിച്ചിട്ട് മോളെ. പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകും. സോദോംകാർ നീചന്മാർ. വായിച്ചാട്ടെ. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ? മതി. സോദോമിന്ന് ആരും ക്യാമറ എടുത്തില്ല, ആപ്പിളിന്റെ ഐഫോൺ അടിച്ചില്ല. അവിടെ കല്ലും മണ്ണും നിലവിളിച്ചു സോദോമിന്റെ പാപം. സ്തോത്രം. സായം സന്ധ്യയിൽ 2 ദൂതന്മാർ ലോത്തിന്റെ വീട്ടിലേക്ക് വന്നു. കുഞ്ഞു വായിച്ചാട്ടെ. ഉൽപ്പത്തി 19:5. ലോത്തിന്റെ വീട്ടിൽ 2 ദൂതന്മാർ വന്നു. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് നേരെ ലോത്തിന്റെ അങ്ങോട്ട് സോദോമി. ഉൽപ്പത്തി 19:5. ആ രാത്രിയിൽ വായിച്ചോ. അവർ ലോത്തിനെ വിളിച്ച്, അയ്യോ, അബ്രഹാം ഇടിവിൽ നിന്ന് നിലവിളിച്ചു. ഇതാ പ്രസംഗം. അബ്രഹാം ഇടിവിൽ നിന്ന് നിലവിളിച്ചു, അവർ ലോത്തിനെ വിളിച്ചു. 4 വായിച്ചാട്ടെ. ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന്. ഇതാ സോദോ നിവാസികൾ, അവന്മാരാ ലെസ്ബിയൻ ഗൈ, ഭോഗപ്രിയർ. 2 ദൈവദാസന്മാർ ലോത്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് സോദോ നിവാസികൾ അറിഞ്ഞു. രാത്രി ചെന്ന് കതകിന് തട്ടുക. മോളവാക്യം വിടരുത്. കതകിന് തട്ടുക. നിന്റെ അടുത്ത് 2 പുരുഷന്മാർ വന്നിട്ടുണ്ട്. അതിന്റെ പേര് ലെസ്ബിയൻ ഗൈ. സ്വവർഗ വിവാഹം. തമിഴ് മക്കൾ, കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ഇതിൻ്റെ പേരാ. ചില കോളേജിനകത്ത് നിന്ന് വന്നിട്ടുണ്ട്. ലവ് ഓഫ് കിസ്, കിസ് ഓഫ് ലവ്, ചുംബന സമരം. ഇതിനകത്ത് തെങ്ങും പെൺകൊച്ചുങ്ങളും ആൺകൊച്ചുങ്ങളും പോകരുത്. 1 RSSകാർ നല്ല വടിയായിട്ട് നിൽക്കുക. 2 കർത്താവിൻ്റെ അടിയും നിനക്ക് കിട്ടും. സ്വോത്രം. സന്തോഷമില്ലല്ലോ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ല. പച്ച മലയാളത്തിൽ ഞാൻ പറയുക, സ്കൂളിൽ പോയി സാറന്മാർ പഠിപ്പിക്കുന്ന നോട്ട് എഴുതി പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന ടിഫിനും ചാപ്പിട്ട് വീട്ടിൽ വന്ന് ദൈവത്തെ വിളിച്ചോണം. അല്ലാതെ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, മാനസാന്തരപ്പെട്ട കുഞ്ഞുങ്ങൾ, ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ ലവ് ഓഫ് കിസിനും കേസ് ഓഫ് ലവിനും ചുംബന സമരത്തിനും ജാഥയ്ക്കും പോയ അടി ദൈവം തരും. സ്വോത്രം. പച്ചയ്ക്ക് ഞാൻ പറയുക ഒരു കാര്യം കൂടെ, നാളെ രാത്രിയും കൂടെ ഇവിടെ ഉള്ളിന് വരികയല്ല പറയാം. അതുകൊണ്ട് ദൈവസഭയുടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞായറാഴ്ച അരുമയാന ഊഴിയം നടക്കത്, യോഗം നടക്കത് പലയിടത്തും പറയാറുണ്ട്.
5 മിനിറ്റ്. അതിന് CSIക്കാരെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. CSI പല പ്രസംഗത്തിന് അടുത്ത ദിവസവും പൂർണ്ണാട് 4 ദിവസവും പ്രസംഗിക്കുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. CSIയുടെ 2 മണിക്കൂർ ആരാധന കാണൂ. ആ ബഹുമാനപ്പെട്ട പട്ടക്കാരൻ സകല കുഞ്ഞുങ്ങൾക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ടത്, കലാലയത്തിനകത്ത് ദൈവം കൂടായിക്കണം, ദൂതന്മാരെ അയച്ച് കാര്യം നിവർത്തിക്കണം. ഇന്ന് ദൈവസഭയുടെ 39ാമത് വാർഷിക കൺവെൻഷനിലിരിക്കുന്ന ക്രൈസ്റ്റ് ചർച്ച് കർത്താവിൻ്റെ ദാസൻ കേൾക്കത്തക്കോണം. നമ്മുടെ സഭാരാധനയൊക്കെ നല്ല ഒരു 2-3 മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ദുഷ്ടൻ്റെ കണ്ണുകൾ കുഞ്ഞിന് വരാതെ, ശത്രുവിൻ്റെ പോരുകൾ കുഞ്ഞിന് വരാതെ, ദുഷ്ട കൂട്ടുകെട്ടിനകത്ത് വീഴാതെ, സാത്താൻ്റെ കെണിക്കകത്ത് വീഴാതെ, ക്യാമ്പസിനെ വാഴുന്ന ഡ്രഗ്സിനകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വീഴാതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കുഞ്ഞുങ്ങൾ നിലനിൽക്കാൻ ദൈവസഭ പ്രാർത്ഥിക്കണം. അത് വളരെ ആപ്തവാക്യം. ഞാൻ മിക്ക കൺവെൻഷൻ പറയും. എൻ്റെ സൗരാജ് ബ്രദർ വിട്ടിരിക്കുന്നു. പല കൺവെൻഷനിൽ പച്ചയ്ക്കാനേറെയുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തകർന്നു പോകുന്നൊരു തലമുറയിലാണ്. സ്വോത്രം. ഈ രാത്രിയിൽ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നവരെ തുറന്നു വിടാൻ ലെസ്ബിയൻ ഗായ്, സ്വവർഗ വിവാഹം, സ്വവർഗ മാരേജ്, അതിൻ്റെ പേരാ ഭോഗിക്കുന്നു. അതിന് ലോത്ത് കരഞ്ഞൊരു കാര്യമുണ്ട്. ലോത്ത് പറഞ്ഞ് അടുത്ത വായിച്ചാട്ട് കുഞ്ഞെ ലോത്ത് പറഞ്ഞ കാര്യം വായിച്ചാട്ട്. ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്ന് അവനോട് പറഞ്ഞു. അവരോട് പറഞ്ഞു. അതിന് ലോത്ത് ഉത്തരം പറഞ്ഞ ക്ലിയർ പ്രസംഗം, ക്ലിയർ ബൈബിൾ ക്ലാസ് ആയിക്കോട്ടെ, വായിക്കാവൂ. ലോത്ത് വാതിൽക്കൽ അവരുടെ അടുക്കൽ പുറത്ത്. അയ്യോ, സോദോ നിവാസികളായ ചേട്ടന്മാരോട് പറഞ്ഞു, അയ്യാ അവരെ പോലെ അവർ ദൈവത്തിന്റെ ദാസന്മാർ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. കഥ അടച്ചു വെച്ചു. സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുത്. ഇങ്ങനെ നിങ്ങൾ ദൈവദാസന്മാർക്കെതിരെ ദോഷം ചെയ്യരുത്. പുരുഷൻ തൊടാത്ത, വായിച്ചാട്ട് മോളെ, പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് തരാന്ന് ഒരപ്പൻ പറഞ്ഞതാ. എല്ലാരും കേട്ടോണേ. കല്യാണം ഉറച്ച 2 പെൺപിള്ളാരുണ്ട്. പുരുഷൻ തൊട്ടിട്ടില്ല. തിരുമണത്തേക്ക് നിശ്ചയം വെച്ച് അവരെ നിങ്ങൾക്ക് തരാം. പക്ഷേ ഈ ദൈവദാസന്മാർ നിങ്ങൾ തുടരുത്. ആരാ? ലോത്ത് ഇടിവിൽ നിന്ന് നിലവിളിച്ചു. ഇനി ബൈബിൾ കേട്ടോണം. സ്വോത്രം. ലോത്തിൻ്റെ വീട്ടിൽ വന്ന് ദൈവദാസന്മാർ 4 കാര്യം പറഞ്ഞു. 1, ഈ പ്രദേശത്ത് നിൽക്കരുത്. 2, രക്ഷയ്ക്കായി പുറത്തു വരണം. 3, പർവ്വതത്തിലേക്ക് ഓടണം. 4, തിരിഞ്ഞു നോക്കരുത്. കേട്ടവർ മാത്രം ഒന്ന് കരമുയർത്താം. ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, പർവ്വതത്തിലേക്ക് ഓടണം, തിരിഞ്ഞു നോക്കരുത്. ലോത്ത് പണ്ട് അബറാച്ചാൻ്റെ കൂടെ ഇവിടെ എല്ലാം പ്രസംഗത്തിന് പോയി ബൈബിൾ ക്ലാസ് നോട്ടൊക്കെ എഴുതിയ ലോത്തിന് പിടി കിട്ടി തീ ഇറങ്ങാൻ പോകുന്നു. ലോത്ത് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, മനേവി പെട്ടെന്ന് ഡ്രസ്സെല്ലാം ഇട്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അന്ത കുളന്തകളെ ഇമ്മീഡിയറ്റായി എല്ലാം എടുത്ത് ബാഗും കിടക്കെ എടുത്തു, നമുക്ക് പോകണം. സോതോമ വിട്ട് സോബേറിലേക്ക് പോയി. അതിൻ്റെ ഒരു സംഭവം എന്തോ, പിള്ളേർ റെഡിയായി. സ്തോത്രം. അമ്മാമ്മ ഒരു പരുവത്തി നമ്മുടെ അമ്മമാരുടെ അടുത്ത് അച്ഛൻ പറയുന്ന പോലെ സഭായോഗം തുടങ്ങാറായി. അപ്പോൾ ചില അമ്മമാർ പറയും, ആ പാസ് 5 മിനിറ്റ് പാടട്ട്, പിന്നെ നമുക്ക് അങ്ങ് എത്തിയാൽ മതിയെന്ന്. സ്വോത്രം. അങ്ങനെ പറയുന്ന ചില ആൻറ്റിമാരുണ്ട്. 2 പാട്ട് ഭാഷ പാടിക്കൂട്ട് പിന്നെ നമുക്ക് പാടാമെന്ന്. സ്വോത്രം. അങ്ങനെ പറയുന്നത്. അമ്മാമ്മ 4 കാര്യം തെറ്റിച്ചു. ഇവിടുത്തെ അമ്മമാരല്ല കേട്ടോണം. ലോത്തിൻ്റെ അമ്മ 1, പോത്തീസിൽ നിന്ന് മേടിച്ച സാരി സ്പ്രേ അടിച്ച് വെച്ചേക്ക് കുമരി മാവട്ടത്ത് ജനറൽ കൺവെൻഷൻ ഇതുവരെ ഉടുത്തിട്ടില്ല. 2, പാറശാല ജോൺസൺ ബേക്കറിയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ഐസ്ക്രീം ഇങ്ങനെ ഫ്രൂട്ട് സലാഡ് അമ്മാമ്മ നക്കിക്കൊണ്ടിരുന്നത്. 3, കുക്കറിനകത്ത് 12 ചിക്കൻ കാല് 65 ഉണ്ടാക്കാൻ 3 വിസിലടിച്ച് 2 കൂടെ ബാക്കി. 4, സാംസങ്ങിൻ്റെ പുതിയ ഡ്യുവൽ സിങ് ഗാലക്സി 7 ഇങ്ങനെ വാട്സപ്പ് ഇട്ട് നെറ്റ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദൂതന്മാർ വന്നത്. അമ്മാമ്മ സോതോമിൽ നിന്ന് പുറത്തു പോകാൻ നോക്കി. സോതോം അമ്മാമ്മയെ വിട്ടില്ല. സ്വോത്രം. എങ്ങനെയെങ്കിലും ലോത്ത് വലിച്ചിറക്കി. പക്ഷേ സോതോമിൽ നിന്ന് സോവേറിലോട്ട് പോകുമ്പോൾ വഴിയരികെ വെച്ച് ഒരു കാര്യം ചെയ്തു. അമ്മാമ്മ സോതോമിലോട്ട് ഒന്നുകൂടെ റിട്ടേൺ ട്രിപ്പ് ഗിയർ ബാക്കിലോട്ടിട്ട് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. 30 ഊണായി. അതാ സ്വർഗം. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. കരമുയർത്തുന്നവർക്കായി ഓട്ടം മുമ്പോട്ടും നോട്ടം പുറകോട്ടും. ഇന്ന് പകലൊരു ദൂത് പറയാം. കർത്താവിനെ കണ്ടവർ പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ള നിന്റെ മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുന്ന പരമവിളിയുടെ ലക്ഷ്യത്തിൻ്റെ ലാക്കിലേക്ക് ഓടിയാൽ നിനക്കോടിയതിനും അധ്വാനിച്ചതിനും പ്രതിഫലം തരുവാൻ നമ്മുടെ നാഥൻ മടങ്ങി വരും. ഫിലിപ്പിയർ ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം. എന്താ ലോത്ത് സോദോം വിട്ട നാളിൽ വായിക്കാം. ഉൽപ്പത്തി 19:24-25. എല്ലാവരും എടുത്താട്ട്. ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി. കറക്റ്റ് ഭജനം. ഉൽപ്പത്തി 19:24-25. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ട്. യഹോവ സോദോമിന്റെയും ഗോമറയുടെ മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന്. എല്ലാവരും കേട്ടോണേ. കുഞ്ഞു വായിക്കുന്നത് യഹോവയുടെ സന്നിധിയിൽ നിന്നു തന്നെ. വായിക്കാം. ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. അവിടെ മാറ്റല്ലേ മോളെ. ഇനി എല്ലാവരും കേൾക്കണേ. ആകാശത്തിന് 7 തട്ടുണ്ട്. സ്റ്റാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, ഓസോൺ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ, മിസോസ്ഫിയർ. ആകാശത്തെ 1ാമത്തെ തട്ടിൻ്റെ പേരാ സ്റ്റാറ്റോസ്ഫിയർ.
അടുത്ത ദിവസം ഞാൻ പ്രസംഗിക്കും. അവസാന രാത്രി സ്ട്രാറ്റോസ്ഫിയർ ക്ലിയർ ആക്കി തരാം, കുഞ്ഞുങ്ങളെന്ന് കാണും. സ്ട്രാറ്റോസ്ഫിയറിനകത്ത് 2 കാര്യമുണ്ട്. 1 സൾഫർ, 2 ഫോസ്ഫറസ്. അതൊക്കെ താൻ അരുമയാണ് ബൈബിൾ പേസുകരുത്. തീയും ഗന്ധകവും കരമുയർത്തുന്നവർക്കായി. മക്കളെ, കർത്താവിനെ ഭൂമിയെ നശിപ്പിക്കാൻ അമേരിക്കയുടെ ആണവായുധം വേണ്ട, ഇസ്രയേലിന്റെ ക്ലസ്റ്റർ ബോംബ് വേണ്ട, ഇന്ത്യയുടെ മിഗ് വേണ്ട. അവന്റെ സന്നിധിയിൽ ആയുധത്തിന്റെ കൂട്ടമുണ്ട്. യെശയ്യാ പ്രവചനം എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ആയുധശാല തുറന്നു. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇതാ സംഭവം. എന്താ സംഭവിച്ചത്? ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി. എന്റെ പ്രസംഗം അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. ആ പട്ടണങ്ങൾക്ക് പ്രദേശത്ത് മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ഇന്ന് 400 കിലോമീറ്റർ ഇസ്രായേലിൽ കത്തിക്കടക്കുക സോദോം. അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത്, ബില്ലി ഗ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് സ്വർഗ പാപമാ. അമേരിക്കയിൽ, ഇസ്രായേലിൽ, ഇന്ത്യ വരായി. കർത്താവ് അന്ന് സോദോമിനെ ന്യായം വിധിച്ചെങ്കിൽ ഇനി ഭൂമി ഒരു ന്യായവിധിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ആ ന്യായവിധി വെളിപ്പെടുന്നതിന് മുമ്പ് ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും. ഇന്നൊരു പ്രഭയം കൂടെ. ലോത്ത് സോദോമിനകത്ത് നിന്നപ്പം തീ ഇറങ്ങിയില്ല. അവനെ കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നു. അവൻ സോവയറിലെത്തിയതിന് ശേഷമാ ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ 39ാമത് വെട്ടുവിള ക്രൈസ്റ്റ് ചർച്ച് കൺവെൻഷനിൽ ഇരിക്കുന്ന ദൈവമക്കൾ പറയണം, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ നിന്ന് ലോത്തിനെ കരം പിടിച്ച് കൊണ്ടുപോയതുപോലെ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചവരെ നിത്യതയിൽ കൊണ്ടുപോകുവാൻ മേഘാരൂഢനായി എന്റെ കാന്തൻ മടങ്ങി വരും. വചനം കേൾക്കുന്നവർക്കായി 2 ഭാഗം കൂടെ പറഞ്ഞ് നിർത്താം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും. നോഹ പെട്ടകത്തിൽ കടന്നു. പെട്ടകം അരാരാത്തിനകത്ത് ഉറച്ചതിന് ശേഷമാ ഭൂമിയിൽ പ്രകാശം പരന്നത്. നിത്യതയിൽ ദൈവജനത്തെ കൊണ്ടു കുഞ്ഞാടാകുന്ന വിളക്ക് രാവും പകലും ജീവജല നദി ജീവവൃക്ഷവുമായി അവിടെ കാക്കും. ലോത്ത് സോദോം വിട്ട നാളിൽ തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ ഇവിടെ ഒരു 3-4 ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ ചേർക്കുവാൻ യേശുപ്പച്ചൻ മധ്യാകാശത്തിൽ വരും. ആ രാത്രിയിൽ ആരെടുക്കപ്പെടും? ഇന്നത്തെ കാര്യം 2 കാര്യം പറഞ്ഞു നിർത്താം. കുഞ്ഞു വായിച്ചാട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം. ഇതാ മണവാട്ടിയുടെ യോഗ്യത. ലൂക്കോസ് 17, 34, 35, 36 വാക്യങ്ങൾ. മക്കൾ വായിച്ചാട്ട്. ലൂക്കോസ് 17, 34, 35, 36. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കയിലായിരിക്കും. 2 പേർ ഒരു കിടക്കയിലായിരിക്കും. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. കൊടുമുഴക്കം തുടങ്ങുമ്പോൾ 2 പേർ ഒരു കിടക്കയിലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാറ്. 2 പേരിൽ ഒരാൾ പോകും. ആരാ? ആ രാത്രിയിൽ 2 പേർ. വചനം ക്ലിയറായിട്ട് വെട്ടുവിള ദൈവമക്കൾ. അതിലൊന്നാമത്തെ കാര്യം, ഒരമ്മയുടെ ഉദരത്തിൽ 2 പേരുണ്ടായിരുന്നു. ഒരുവൻ്റെ പേരാ ഏശാവ്, മറ്റവൻ്റെ പേർ യാക്കോബ്. കേട്ടവർ മാത്രം കരമുയർത്താം. സോദരൻ, ഏശാവ് ആരായിരുന്നു? വനവേട്ടക്കാരൻ, മൃഗശാലി. അത് കഴിഞ്ഞിട്ട് അപ്പൻ്റെ കൂടെ പല കാര്യങ്ങൾ തിന്നനോ. യാക്കോബ് അവനാരായിരുന്നു? അമ്മയുടെ ചുരിദാറി പിടിച്ച് നിന്നവനാ. സ്വോത്രം. അവൻ അപ്പനെ പറ്റിച്ചു, ചേട്ടനെ പറ്റിച്ചു. അവിടെ പോയി ലാബാൻ്റെ വീട്ടിൽ പോയി 4 പേരെ കെട്ടി. 1 ലേയ, 2 റാഹേൽ, 3 ബിൽഹ, 4 സിൽപ്പ. ലാബാൻ്റെ മക്കൾ എവിടെ പോയിരുന്ന? ഇവൻ വായിയായിരുന്നു. സകല സ്വത്തും അടിച്ചു മാറ്റി. ലാബാൻ രോമം കത്തിരിക്കാൻ പോയി. കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല. ഇവൻ ഭാര്യമായി യാബോക്കിൻ്റെ കടവിൽ വന്ന്, ഇതാ എൻ്റെ പ്രസംഗം, പെമ്പിള്ളാരെ അക്കരെ കയറ്റിവിടാം, അവന് കയറാൻ വയ്യ. ആ യാബോക്കിൻ്റെ കടവിൽ അന്നത്തെ കാലത്ത് ജനം കുറവാ. ഒരു ദൂതൻ അതിലേ വന്നു. അവനെ കയറി യാക്കോബ് പിടിച്ചു. ഉഷസാകുവോളം മൽപ്പിടുത്തം നടത്തി. യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. അവൻ അവിടെ വെച്ച് അവൻ്റെ അനുതാപം കരഞ്ഞു. അവൻ അവിടെ വെച്ച് കരയാൻ തുടങ്ങി. അവൻ അവിടെ വെച്ച് നിലവിളിച്ചു. ദൂതൻ ചോദിച്ചു, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, ഉൽപ്പത്തി 32:27, കുഞ്ഞെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. ഉടനെ ദൂതൻ പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, അനുതപിച്ച് ഉപേക്ഷിച്ച് പാപത്തെ ഏറ്റു പറഞ്ഞു പേര് നിലവിളിച്ചത് കൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. ആരെ ചേർക്കാൻ? യേശു മടങ്ങി വരും. അനുതപിച്ച് ഉപേക്ഷിച്ച് പാപത്തെ ഏറ്റു പറഞ്ഞു സർവശക്തന്റെ സന്നിധിയിൽ പേർ ചേർക്കപ്പെടുന്നവനെ ചേർക്കാൻ യേശു മടങ്ങി വരും. ക്ലിയർ ആയില്ലയോ?
അതാ പുതിയ നിയമത്തിൽ വരുമ്പോൾ വെളിപ്പാട് 20 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ തീപ്പൊയ്കയിൽ തള്ളിയിടും കരമുയർത്തുന്നവർക്കായി. പഴയത് അവൻ്റെ പേര് മാറ്റി. അതാ ഇസ്രായേൽ രാജ്യം അവിടെ തൊട്ട് തുടങ്ങുന്നത്. ഉൽപ്പത്തി 32:27 നമ്പർ 1. രണ്ടാമത്തെ കാര്യം, അങ്ങനെയെങ്കിൽ ഒരമ്മയുടെ ഉദരത്തിൽ 2 പേർ, ഒരുവൻ തള്ളി ഒരുവൻ എടുക്കപ്പെട്ടു. അനുദപിച്ച് ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് പേര് മാറ്റിയവനെ ചേർക്കാൻ കാന്തൻ വരാറായി. കർത്താവിൻ്റെ വരവ്. 2 അടുത്ത വായിച്ചിട്ട് ഒരു തിരികല്ലിൽ വായിക്കാൻ മോളെ. 2 പേർ ഒരു തിരികല്ലിൽ 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും. ഇത് 2 പഴയ നിയമത്തിലെ നിഴല. എല്ലാവരും കേട്ടോണം. ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുമ്പോൾ ഒരപ്പൻ ഒരമ്മ 2 കുഞ്ഞുങ്ങൾ, എലിമലേക്ക്, മംഗ്ലോൻ, കില്ലിയോൻ. അമ്മാമ്മ നവോമി അവർ എവിടെ വന്നു? മോവാബിൽ വന്നു. അപ്പനാൽ മക്കൾ ഗർഭം ധരിക്കപ്പെട്ട് 1000 ആണ്ട് ശാപത്തിൽ കിടക്കുന്ന മോവാബിൽ വന്നു. 2 കല്യാണം, മംഗ്ലോനും കില്ലിയോനും 2 കല്യാണം കിട്ടി. 1 രൂത്ത്, 2 ഓർപ്പ. ഇതാ പ്രസംഗം കേട്ടോ. ആദ്യത്തെ എന്താ സംഭവിച്ച? അപ്പൻ മരിച്ചു. അത് കഴിഞ്ഞ് 2 പേരും മരിച്ചു. ചെറുപ്പക്കാർ മംഗ്ലോൻ, കില്ലിയോൻ. നവോമി കുഞ്ഞുങ്ങളെ വിളിച്ചു. വീട്ടിൽ ചെന്ന് ഉൽപ്പത്തി രൂത്ത് 1, 12, 13, 14, 15, 16 അതെടുത്തോണം. വീട്ടിൽ ചെന്ന് വായിക്കണ സമയമില്ല. എന്താ സംഭവിച്ചത്? നവോമി വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ എനിക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. നിങ്ങൾ ഭാര്യമാരായിട്ട് ഇനി എടുക്കാൻ ഇവിടെ എൻ്റെ മക്കളെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ എനിക്കൊരു വിസയും ടിക്കറ്റ് കൊണ്ട് ഞാൻ പോവുക. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ദേവൻ്റെ അടുത്ത് പോകണം, അവിടെ നിൽക്കണം. ആ സമയത്ത് ഓർപ്പ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ചു. അവൾ ചേട്ടൻ മരിച്ചപ്പോഴേ ആരാണ്ടുമായിട്ട് വാട്സപ്പിൽ ലൈനായിരുന്നു. സന്തോഷമില്ലല്ലോ സ്വോത്രം. പക്ഷേക്ക് നാടൻ ഭാഷ പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് കുറഞ്ഞ് പറഞ്ഞാൽ മതി. എവള് ഒളിമ്പിക്സിലെങ്ങാണ് ഓടാൻ പാരുന്ന എൻ്റെ ഭാഷ PT ഉഷയെക്കാളും നല്ല മെഡൽ കിട്ടിയാണ് സ്വോത്രം. അങ്ങനെ ഒരുത്തിയായിരുന്നു ഓർപ്പ. മതിലിയാടി. രൂത്ത് അവൾ ജാതീയ കുടുംബത്തിൽ നിന്നതാണ്. പക്ഷേ അവിടെ അമ്മായിയമ്മയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് യഹോവയുടെ ന്യായപ്രമാണം. അത് കണ്ടപ്പോൾ അവൾക്ക് പിടികിട്ടി, ഈ പുസ്തകം ചുമന്നാൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഉണ്ടോ? സങ്കീർത്തനം യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആചരിക്കത്ത് നട്ടിരിക്കുന്ന തക്ക സമയത്ത് ഫലം കായ്ക്കുന്നത് ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗ്ഗം സാധിപ്പിച്ചു കൊടുക്കും. സ്വോത്രം. രൂത്ത് അമ്മായിയമ്മയോട് പറഞ്ഞു, അയ്യോ അമ്മച്ചി ഞാനും അങ്ങോട്ട് വരുക. രൂത്ത് വായിച്ചോണം. നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, ഞാൻ കൂട്ടായ്മ അനുഭവിക്കും. പിന്നെ അവൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, മരണം എന്നെ വേർപിരിക്കുന്നത് വരെ ഞാൻ ഈ കർത്താവിനെ ഉയർത്തും. ആരെ ചേർക്കാൻ? യേശു വരും. മരണം വേർപിരിക്കുന്ന സ്നാനക്കടവിൽ ദൈവദാസന്മാർ ജ്ഞാനസ്നാനത്തെ കൊടുക്കത് അവസാനമായി. ഇപ്പോഴും ഞാൻ ഇവിടെ ചെങ്കവിള വന്നു. എല്ലാവരും കേൾക്കണം. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അത്ഭുതം. ചെങ്കവിള വന്നപ്പോൾ ജോൺ സാറിൻ്റെ കൃപാസനം കൺവെൻഷൻ, നല്ല പ്രസംഗം. അവർ പറഞ്ഞു ഒരു ചെറുപ്പക്കാരന് സ്നാനപ്പെടണം. ശനി ഞായറും ഞാൻ ശനിയാഴ്ച രാത്രി പ്രസംഗം കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു ക്ലാസ് ഞാൻ കൊടുക്കാം, ഞായറാഴ്ച സഭായോഗത്തിൽ സ്നാനപ്പെടാം. അവരെ കൃപാസനത്തിൽ മെയിൻ ബോധകർ വന്ന് അവർ പറഞ്ഞു, അയ്യാ എനിക്ക് ടൈമേ കടയാതെ ഉങ്ക തന്നെ സ്നാനം കൊടുക്കുക. അദ്ദേഹം രാവിലെ പ്രസംഗിച്ച് പോയി. സ്വോത്രം. ഞാൻ ആ സ്നാനക്കടവിൽ കൊണ്ടുപോയി വചനം പറഞ്ഞ് പ്രസംഗിച്ചു. ഈ മോനെ സ്നാനപ്പെടുത്തി. കരയിൽ നിന്നൊരു പെൺകുട്ടി ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പോൾ അവൾ അവിടെ വെച്ച് കര ഉയർത്തി പറഞ്ഞു അവിടുത്തെ പാസ്റ്റർമാരോട്, എനിക്കിപ്പോൾ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞ് മോൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ക്ലാസ് തരാൻ സമയം കിട്ടിയില്ല. അവൾ പറഞ്ഞു, പാസ്റ്ററെ ചിലപ്പോൾ നാളെ എൻ്റെ മരണമോ കർത്താവിൻ്റെ വരവോ എന്നറിയത്തില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോൾ ദൈവാത്മാവ് സംസാരിച്ച് എനിക്ക് സ്നാനപ്പെടണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞുപോയി. ഉടനെ അവിടുത്തെ സഹോദരന്മാർ പെട്ടെന്ന് ഡ്രസ്സ് കൊണ്ടുവന്നു. ഞാൻ അവളെ വെള്ളത്തിൽ നിർത്തി ബൈബിൾ വായിച്ചു കൊടുത്തു. അതേ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി. സ്വോത്രം. ആ വചനം കേട്ടപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിവിടെ വന്നത് വളരെ പ്രതീക്ഷയോടെ. കഴിഞ്ഞ രാത്രി പ്രസംഗം കേട്ടു, ഇന്ന് ചർച്ചിനകത്ത് വചനം കേട്ടു രാവിലെ. അത് കഴിഞ്ഞ് സ്നാനം അവസാന മോമെൻറ്റില്ല സ്നാനം. അപ്പോൾ വചനം കേട്ടപ്പോഴും എൻ്റെ ഉള്ളം കത്തിയിരിക്കാൻ ഞാൻ ആരോട് പറയും? സ്നാനക്കുളത്തിൻ്റെ അവിടെ വന്നപ്പോഴും ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്, ഇത് നിനക്കുള്ള ദിവസമാണ്. സ്വോത്രം. അവൾ അപ്പോഴവിടെ നിന്ന് കരഞ്ഞ ആ കുളത്തിൻ്റെ അവിടെ നിന്ന്. സ്വോത്രം. അവളുടെ ഭർത്താവോട് വെളിനാട്ടില്ല, പുള്ളിക്ക് പോലും അറിയത്തില്ല. ഞാൻ പറയും ദൈവം നിന്നെ മാനിക്കും. അവിടെ വെച്ച് സ്നാനപ്പെടുത്തി. സ്വോത്രം. അതുകൊണ്ട് ആ ഒരു വാക്ക് അവസാനം പറയും, കുഞ്ഞെ മരണം വേർപിരിക്കുന്നത് വരെ നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിലും കൂട്ടായ്മയിലും ഉറച്ചു നിൽക്കണം. അപ്പോൾ ആരെ ചേർക്കാൻ? കർത്താവ് വരും. അനുദപിച്ച് ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് പേര് മാറ്റിയവർ. 2 മരണം വേർപിരിക്കുന്നത് വരെ ദൈവസന്നിധിയിൽ നിലനിന്ന് നല്ല തീരുമാനമെടുക്കുന്നവരെ ചേർക്കാൻ യേശു വരും. അതിനുവേണ്ടി വിട്ടിറങ്ങണം. വീട്ടുകാർ തള്ളും, നാട്ടുകാർ തള്ളും. അമ്മച്ചിയുടെ വചനം കേട്ട് ഒരുവൾ പോയി
അവൾ പറഞ്ഞു, അമ്മച്ചി മുട്ടുമടക്കുന്നിടത്ത് ഞാൻ മുട്ടുമടക്കും, അമ്മച്ചി ആരാധിക്കുന്നിടത്ത് ഞാൻ ആരാധിക്കും. അവിടെ വരുന്ന ഊഴിയക്കാർക്ക് ദൈവമക്കൾക്ക് കരത്തെ കൊടുത്ത് അൻപയാണ് ഉണ്മയാണ് വാർത്തകളെ சொல்லுகிறது. இந்த நாட்களில் மரணத்தை எங்க பக்கமே வந்தால் அந்த மரணம் என்ன கடுகட்ட கைவிட்டு வருது. ഞാൻ യേശു അപ്പ മുഖത്ത് നോക്കി യാത്ര ചെയ്യും. അന്ത മക്കളെ ചേർക്കാൻ കാന്തൻ മഹിമയോടെ വരും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പൊ ഇനി അടുത്തത് ഒരു കാര്യം കൂടെ, അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ട്. ആ രാത്രി അത് കഴിഞ്ഞ് ഒരു തിരികെ രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും. അടുത്തത് രൂത്ത് എടുക്കപ്പെട്ട് ഓർമ്മ തള്ളിപ്പോയി. രണ്ടുപേർ വയലില, ഒന്ന് കായീൻ, രണ്ട് ഹാബേൽ. കായിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. അവസ്ഥയിലുള്ള ആരാധനയെ ദൈവം പ്രസാദിക്കത്തില്ല. വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ആരാധിക്കുന്നവനെ ചേർക്കാൻ യേശു വരും. ദൈവം ആത്മാവാകുന്നു, ആത്മാവിലെ സത്യത്തിലും ആരാധിക്കണം. ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കടക്കമേൽ, രണ്ടുപേർ ഒരു വയലിൽ, രണ്ടുപേർ ഒരു തിരികല്ലിൽ. വൺ മോർ ടൈം റിവൈസ്. യാക്കോബ് പേരുമാറ്റി നിത്യതയിൽ, ഏശാവ് തള്ളപ്പെട്ടു പോയി. രൂത്ത് നിത്യതയിൽ, ഓർപ്പ തള്ളപ്പെട്ടു പോയി. ഹാബേൽ ദൈവസന്നിധിയിൽ വ്യവസ്ഥയിൽ ആരാധിച്ചു, അവൻ നിത്യതയിൽ എടുക്കപ്പെട്ടു. കർത്താവിൻ്റെ വരവിൽ ആരെടുക്കപ്പെടും? സഭയം മണവാട്ടിയുടെ യോഗ്യത അനുദപിച്ച് ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനായി ജ്ഞാനസ്നാനമേറ്റ് മരണം വേർതിരിക്കുന്നത് വരെ നല്ലൊരു പൈതലായി ജീവിച്ച് വ്യവസ്ഥയിൽ തിരുമേശ അനുസരിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. കരമുയർത്തുന്ന ദൈവമക്കൾക്കായി അതുക്ക് താൻ இந்த காலையில் நான் பேசுகிறது ഒരു ബൈബിൾ ക്ലാസ്സിൽ ഇരുന്നത് പോലെ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ക്ലിയർ? എന്താ കാര്യം എന്നറിയോ? ഞാൻ കോഴഞ്ചേരി പത്തനംതിട്ട ജില്ലയിൽ അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു കൺവെൻഷൻ നടക്കാൻ 4 ദിവസം ഇതുപോലെ ഞാൻ ചെന്നാൽ പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല. പാസ്റ്ററോട് ഞാൻ നേരത്തെ പറഞ്ഞു, സ്വോത്രം, എനിക്ക് നല്ല സുഖമില്ല. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ശനിയാഴ്ച ഒരു കാലേ കൂട്ടമുണ്ട്, പാസ്റ്റർ ഒന്ന് പേശിയാൽ കൊള്ളാമെന്ന്. ഞാൻ പറയും പേശാൻ കുഴപ്പമില്ല, ഒരു 2-3 ചായ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ആഹാരം ഇല്ലെങ്കിലും വേണ്ടിയില്ല, പേശക്കുള്ള ചായ വരണം. അതൊക്കെ താൻ ഇന്നലെ വന്നപ്പം തൊട്ട് ബഹുമാനപ്പെട്ട പാസ് ടീയെ ഫ്ലാസ്കിൽ കൊണ്ടിരിക്കുക, പേശി എത്ര വേണേലും പേശിക്കോളാം, ടീ സാപ്പിടാൻ സ്വോത്രം, ഫ്ലാസ്ക് അഡ്വാൻസായി ഇങ്ങ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഞാൻ നല്ല പ്രസംഗം, ഇതിൻ്റെ ഒരു മാറ്റമായിരുന്നു അടുത്ത്. കർത്താവിൻ്റെ വരവിൽ ആരെടുക്കപ്പെടും? 1 മണിക്ക് യോഗം ഞാൻ നിർത്തിയപ്പോൾ ഒരച്ചായനും അമ്മാമ്മ എന്നെ കാണാൻ വന്നു. അപ്പോൾ അവിടുത്തെ ഊളിയക്കാരൻ വന്ന് പാസ്റ്ററെ കാണാൻ ഒരച്ചായനും അമ്മാമ്മയും വന്നു. ഞാൻ പറഞ്ഞു നല്ല കാര്യം കാണട്ടെ. അപ്പോൾ അച്ചായനും അമ്മാമ്മയും പറഞ്ഞു ഞങ്ങൾ 3 ദിവസമായിട്ട് പാസ്റ്റർ പ്രസംഗം കേൾക്കുന്നു, നല്ല പ്രസംഗം, കാര്യങ്ങൾ ബൈബിളെല്ലാം ക്ലിയർ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പ്രസംഗം കേട്ട ഒരു സംശയം. അച്ചായ എന്നെ കാണിച്ചിട്ട് പറയാം, ഭാര്യയെ കാണിച്ചിട്ട് പറയാം, ചിന്നമ്മ പോവോ ഞാൻ പോവോ ഇപ്പോൾ പറയണമെന്ന്. സ്വോത്രം പിടികിട്ടി. പാസ്റ്റർ കേസ് കിട്ടുന്നത് 2 പേർ ഒരു കിടക്കയിൽ, ഒരാൾ പോവും, 2 പേർ ഒരു തിരികല്ല്, ഒരാൾ പോവും, 2 പേർ വയലിൽ. ഞാൻ പോവോ ചിന്നമ്മ പോവോ? പോരെ ഇത്രയും കലകത്തിന്. സ്വോത്രം. ഞാൻ പറഞ്ഞ അച്ചായ പ്രസംഗം കേൾക്കുമ്പോൾ ദയവ് ചെയ്ത് ഉറങ്ങരുത്. സ്വോത്രം, ഇത് കേൾക്കണം. ഞാൻ പറഞ്ഞ പ്രസംഗം ക്ലിയറാ. 2 പേരിൽ ഒരാൾ, അതിന് അച്ചായനും പോവും ചിന്നമാമയും പോവും. 2 പേരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച 2 എണ്ണവും പറക്കുമെന്ന് പറഞ്ഞു. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ അനുദപിച്ച് ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു വരും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ഔവണ്ണം തന്നെ. ഇനി ഇന്നത്തെ കാലം ഇനി വരത്തില്ലല്ലോ. 39ാമത് കൺവെൻഷൻ പകൽ വരാത്തവർക്ക് ഓൺലൈൻ മോനത് ജാസ്പർ അടിച്ചു കൊടുക്കണം. ഇത് ക്ലിയർ. ഇന്നത്തെ കാലം എന്തുവാ? സഭ എന്ത് ചെയ്യണം? നിർത്താം. ലൂക്കോസിൻ്റെ സുവിശേഷം 21, 34, 35, 36, അതും 21, 34 ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം. ലൂക്കോസ് 21, 34, 35, 36. കുഞ്ഞു വയസ്സായിട്ട് മക്കളെ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും അന്ത്യാലും, മോൾ അവിടെ നിർത്തിയാട്ടെ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും. അതായില്ല ഇന്നത്തെ കാലം. പണ്ട് കൺവെൻഷൻ കൂട്ടങ്ങൾ മുടിഞ്ഞാൽ 4 ദോശ, 1 ആംപ്ലേറ്റ്, അരുമയാന കട്ടൻ. അതല്ലായിരുന്നു പഴയ കാലം. ഞാനിവിടെ ചെങ്കവിള ആദ്യം വരുമ്പോൾ ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു, സ്വോത്രം. വളരെ നല്ല ശാപ്പാട് കിട്ടുന്നത്. നിങ്ങൾ ചൊവ്വായിന്ന് വന്നതാണ്, ചെങ്കവിളക്കാരല്ല, അതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് പറയും. ഇവിടെ ഊട്ടുപുര എന്ന് പറയുന്ന ഒരു നല്ല ഹോട്ടലുണ്ട്, നല്ല ദോശ അവൻ ചുട്ടു തരുന്ന. സ്വോത്രം. പണ്ട് തൊട്ടേ ഞാൻ വരുമ്പോൾ ചില ദൈവദാസന്മാർ പറയും, പാസ്റ്റർ നമുക്ക് പോയൊരു ദോശ കഴിക്കാമെന്ന്. ഒന്നാമത്തെ കാര്യം, ഈ കട്ടിയായ ചിക്കനും മട്ടനും ഒന്ന് കഴിക്കാൻ വയ്യ. കാര്യം എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാൽ അമേരിക്കയിലും UK യിലും പോകുന്നതിന് വിട്ട് തട്ടിപ്പോകും. അതുകൊണ്ട് അത് നോക്കിയപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന. സ്വോത്രം. അതുകൊണ്ട് അത് കഴിക്കില്ല. ഊട്ടുപുര നല്ല ഹോട്ടൽ. അത് കഴിഞ്ഞില്ലേ, ഇന്ന് പാറശാലയിൽ നിന്ന് നെയ്യാറ്റിൻകരോട്ടും കളിക്കാവിളയിലോട്ടും പോയാൽ മതി.
ഇപ്പോൾ ഈ 65, 85 കുഴിമന്തി, അൽബകാം എല്ലാം ആയി. സന്തോഷം ഇല്ലല്ലോ മാമ, സ്വോത്രം. നിങ്ങളുടെ ഹൃദയ അതിഭക്ഷണത്താലും തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ, സദേൺ ഫ്രൈഡ് ചിക്കൻ, മക്കഡൊണാൾഡ്, കക്കഡൊണാൾഡ് എല്ലാം തിന്നുക. പൊരിച്ച കോഴി, ആ കോഴി, ഈ കോഴി, സ്വോത്രം. അതല്ലേ പെന്തിക്കോസ്. സന്തോഷം ഇല്ലല്ലോ, അതിഭക്ഷണം. അത് കഴിഞ്ഞിട്ട് ലൈവ് പോവുക. അല്ലേ തന്നെ നമുക്ക് ആൾക്കാർ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക, ഇവിടെ കടന്ന് പോസ്റ്റ് ഇടട്ടെ. സ്വോത്രം. ഞാൻ ഈ പല പിള്ളേരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പല കല്യാണത്തിന് പോകും. കുഞ്ഞുങ്ങളും വിളിക്കാറുണ്ട്. പക്ഷേ ഭരണം ഞങ്ങളെ പഠിപ്പിച്ചതാണല്ലോ ഞങ്ങളുടെ കല്യാണം. ഹൈന്ദവരുടെ കല്യാണത്തിനൊക്കെ പാറുണ്ട്. നല്ല കല്യാണം. പാഷന്മാർ പഴയ ഇല, പഴയ ആഹാരം, പിന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. 2 പായസവും കൂടെ കണ്ട് കൂടുതൽ കൂടിയിട്ടുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല. ഇന്നത്തെ പെന്തിക്കോസ് കല്യാണം 85, 65 കരിമീൻ, കണവ, മേശപ്പുറത്ത് ഇതെല്ലാം ഇരിക്കുന്നുണ്ട്. ഉപദേശിയുടെ നെഞ്ചും കീറും, ഒരു വക തിന്നാനും പറ്റത്തില്ല. സ്വോത്രം. 600, 700 രൂപയ്ക്കും ചാപ്പാട് കൊടുക്കുന്ന പെന്തിക്കോസിലെ നേതാക്കന്മാർ കേൾക്കാനായിട്ടാണ്, സഭക്കാർ കേൾക്കാനായിട്ടാണ്. കുഞ്ഞെ, വിവാഹം മാന്യം, കിടക്ക വിശുദ്ധം. നിൻ്റെ കല്യാണത്തിന് ഒരു 230, 250 രൂപയുടെ ഒരു ബീഫ്, ഒരു മീനും വെച്ച് ഊണ് കൊടു. ഉള്ളതെല്ലാം കൂടെ നീ 600 രൂപയ്ക്ക് എൻ്റെ മക്കളുടെ കല്യാണം നടത്തുമ്പോൾ നിൻ്റെ സഭയെ പേര നിറഞ്ഞ് 2 പെങ്കൊച്ചുങ്ങൾ കെട്ടിക്കാൻ നിൽക്കുമോ? സ്വോത്രം. ആരും അറിയാതെ രഹസ്യമായിട്ട് ഈ കല്യാണത്തിൻ്റെ സദ്യയുടെ ഒരു ഭാഗം പാഷ പോലും അറിയണ്ട, പിൻവാതിൽ കൊണ്ട് കൊടുത്തിട്ട് ആ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. നിങ്ങളുടെ മോടെ കല്യാണത്തിന് ഇതായിരിക്കുന്ന ഒരു സ്വോത്ര കാഴ്ച കരമുയർത്തുന്നവർക്കായി. പെന്തിക്കോസാർക്ക് സന്തോഷമില്ലല്ലോ. സ്വോത്രം. മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം. സ്വോത്രം. ഒരു കാലത്ത് നമുക്കൊന്നുമില്ലായിരുന്നു, ആർഭാടമില്ലായിരുന്നു. ചിക്കൻ വേണ്ട, മട്ടൻ വേണ്ട എന്നല്ല, 700, 800 രൂപയ്ക്ക് കല്യാണം നടത്തുന്ന പെന്തിക്കോസുകാരെ, നിനക്കെന്താ ദൈവം തന്നത്? ആരൊക്കെയോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നിലവിളിച്ചപ്പോൾ നിനക്ക് 2 നില വീടും കാറും തന്ന് നിന്റെ മക്കളെ വെളിനാട്ടി വിട്ട് ബാങ്കിനകത്ത് ലക്ഷക്കണക്കിന് കാശായപ്പോൾ വിവാഹത്തിന് ആർഭാടം നടത്തുന്ന മലയാളിയെ, നീ മാനസാന്തരപ്പെടും. സ്വോത്രം. കളിക്കാവിളിലെ തമിഴ് മക്കള് തമിഴ്നാട്ടുകാരെ വിടുന്നില്ല. നിങ്ങൾ മാനസാന്തരപ്പെടും. കല്യാണം നടത്തിക്കോ, എവിടെ നടത്തിക്കോ, മാന്യമായൊരു ഭക്ഷണം കൊടു. സ്വോത്രം. ബാക്കി നീ ചെലവാക്കുന്ന പൈസ നിൻ്റെ സഭയ്ക്കകത്ത്, നിൻ്റെ പക്കത്തെ സഭയ്ക്കകത്ത്, നിൻ്റെ സെൻറ്ററിക്കുള്ള ക്യാൻസർ രോഗി കിടക്കുന്നത്, ഡയാലിസിസ് കിടക്കുന്നിടത്ത് നീ ഇവിടെ ആർഭാടം നടത്തുമ്പോൾ നിൻ്റെ കൂടെ പായ്ക്കകത്ത് കരമടിക്കുന്ന വീട്ടിനകത്ത് അനവധി പെങ്കൊച്ചുങ്ങൾ പെര നിറഞ്ഞു നിൽക്കുക. ആരും അറിയാതെ കരം തുറന്ന് അവരുടെ കയ്യിൽ ഒരു നന്മ കൊടുക്കാൻ വിരുതുള്ള ദൈവമക്കളെ കാലഘട്ടത്തിൽ എഴുന്നേക്കട്ടോ. സ്വോത്രം. മടങ്ങി വരണം. വയനാട് കണ്ടിട്ട് പഠിച്ചില്ല, ഗൾഫ് രാജ്യം കണ്ട് പഠിച്ചില്ല, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് അതിഭക്ഷണം. ഭക്ഷണം കഴിക്കരുതെന്നല്ല, ഒരു മനുഷ്യന് ജീവിക്കാൻ വായു, വെള്ളം, ഭക്ഷണം ആവശ്യം. പിതാക്കന്മാരുടെ കണ്ണുനീരുകൊണ്ടാണ് നമ്മളെ ദൈവം ഇവിടെ വരെ എത്തിച്ചത്, കരമുയർത്തുന്നവർക്കായി. ആ പഴയ ചർച്ചിൽ ആ ഷീറ്റ് വരയ്ക്കാതെ ഞാൻ കിടക്കുമ്പോൾ ഓർക്കാറുണ്ട്, അവിടെ തുടങ്ങിയ ആരാധന ഇവിടെ വരണമെങ്കിൽ ഇതിൻ്റെ പിൻപിൽ അനവധി പേരുടെ കണ്ണുനീരുണ്ട്. സ്തോത്രം. വന്ന വഴി മറക്കരുത് മക്കളെ. നമ്മൾ ഏത് നിലയിൽ ചെന്നാലും, ശൗരി അച്ഛ, അമ്മാമേ, ശൗരി ചെറുപ്പക്കാരാ, മോനെ, നമ്മൾ ഏത് നിലയിൽ ചെന്നാലും നമ്മുടെ പഴയ കാലത്തെ മറക്കരുത്. നമ്മൾ വന്ന വഴി മറക്കരുത്. നമ്മുടെ ഹല്ലേലൂയ വഴി നടത്തിയവരെ മറക്കരുത്. ഭക്ഷണം, അതിഭക്ഷണം, അന്ത്യകാലം. അതായി ലോകം മൊത്തം നെയ്യാറ്റിൻകര ഇറാനി കോഴി, ആ കോഴി, ഈ കോഴി, അതിഭക്ഷണം. 2ാമത്തെ കാര്യം വായിച്ചിട്ട് മോളെ, ഇന്നത്തെ കാലം മദ്യപാനം. അതില്ലയോ? മലയാളി, കേരളക്കാർ, തമിഴ് മക്കൾ ഇത്രയില്ല. പഞ്ചാബികളായിരുന്നു ആദ്യത്തെ കള്ളുകൂടിയന്മാർ, നമ്പർ 1. അതിനെ കടത്തിവിട്ട് കേരളമായി. അടുത്ത എന്തോ ഒരു ഇത് വരുന്നല്ലോ, ഓണം വരുന്നല്ലോ. ഓണം സന്തോഷമില്ലല്ലോ. ഓണം കഴിഞ്ഞ് പിറ്റേന്ന് നിങ്ങൾ ചാനൽ നോക്കണം എത്ര രൂപയ്ക്ക് കുടിച്ചെന്ന്. സ്വോത്രം. മലയാളി റെക്കോർഡ് കൂടിയ. എന്നിട്ട് പറയുന്ന അരി മേടിക്കാൻ കാശില്ല, മീൻ മേടിക്കാൻ കാശില്ല. ബിവറേജസിൻ്റെ മുമ്പിൽ ചെന്നാൽ അയ്യോ ഇത്രയും നല്ല ക്യൂ ലോകത്തെങ്ങുമില്ല. സ്വോത്രം. കർത്തൃമേശ കൊടുക്കാനും തള്ള, ബസ്സിൽ കയറിയാലും തള്ള, സ്വോത്രം. കൺവെൻഷന് പോയാലും തള്ള. ബിവറേജസിൻ്റെ മുമ്പിൽ ചെന്നാൽ എത്ര നല്ലത്. ശലോമോൻ പറയുന്ന പോലെ ഉറുമ്പെടയുന്ന പോലെ ഇങ്ങനെ നിൽക്കുക കള്ളു കുടിക്കാൻ. സ്വോത്രം. ഇത്ര അരുമയാണ് ക്യൂ കാണുന്നത് ബിവറേജസിൻ്റെ. ആദിഭക്ഷണം, മദ്യപാനം. കുഞ്ഞ് ജനിച്ചാ കുടി, നൂലുകെട്ടിന് കുടി, കല്ലിട്ടാ കുടി, കല്യാണത്തിന് കുടി, സകലത്തിനും കുടി. ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു റിലേഷൻ, ഒരു പള്ളിയിൽ അച്ഛനെ ഞങ്ങളുടെ കുടുംബത്തിൽ, അദ്ദേഹം ഞങ്ങളുടെ ഒരു കുടുംബത്തിലൊരു കല്യാണം അടൂരിനടുത്തായിരുന്നു. ഞാൻ അവിടെ ചെന്നു. അച്ഛൻ എന്നെ കണ്ടു. ഞങ്ങൾ സഹോദരങ്ങളാണ്. കരം കൊടുത്തു. അന്നേരം നാട്ടുകാർ ഒരു അച്ഛനും പാസ്റ്റോട് എന്തോ ഒരു സ്നേഹമെന്ന്. സ്വോത്രം. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹം എൻ്റെ സഹോദരനാണ്, പിന്നെ നമ്മൾ അവനെ സ്നേഹിക്കുക. ഞാൻ വേറെ 2 പേരുടെ കാര്യം പറഞ്ഞാൽ അച്ഛൻ്റെ വഴിക്ക് പോയി. ഞാൻ വെള്ള ഉടുപ്പൊന്നും ഇട്ടില്ല, ഉളിയക്കാർ. ഒരു പാൻറ്റ്, ഒരു കളറുള്ള ഉടുപ്പ് ഇട്ടാൽ. അപ്പോൾ ഒരു പയ്യൻ എന്നെ വന്ന് കണ്ടിട്ട്, സാർ ഇങ്ങോട്ട് വരെ. ഞാൻ വിചാരിച്ച പ്രസംഗം കാണും കേട്ടേ വല്ല കവറും കാണും തരുമെന്ന്. കളയേണ്ട കല്യാണം വിടാനും ശരി സന്തോഷമായിട്ട്. ഇവ ആ ആഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ നമ്മുടെ സെറ്റുകാർ വരുന്ന പോലെ ഒരു ജീപ്പ് ഇങ്ങനെ മറിച്ചിട്ടേക്കോ. ഞാൻ ഞെട്ടിപ്പോയി. ജീപ്പിൻ്റെ ബാക്കിലെ ആ കർട്ടൻ പൊക്കിയിട്ട് എന്നോട് പറയാം ഏത് വേണമെന്ന് ഒഴിച്ചു വച്ചിരിക്കുക. സ്വോത്രം. ചാപ്പാട് കഴിക്കാൻ പോകുന്നതിന് വിട്ട് ഒഴിച്ചു വച്ചിരിക്കുക, സാറിന് ഏത് വേണമെന്ന്.
ഞാൻ അവിടെ നിന്നത് കർത്താവ്, ഞാൻ പറഞ്ഞു ഇനി സമയമില്ല, കർത്താവ് വരാറായെന്ന്. സ്വോത്രം. ഉണ്ട് ക്രിസ്ത്യാനിയുടെ കല്യാണത്തിന് അവിടെ അച്ഛൻ പ്രാർത്ഥന നടത്തുമ്പോൾ തൊട്ടുപുറത്ത് ജീപ്പിനകത്ത് പല ബ്രാൻഡ് ബാക്കിൽ ഒഴിച്ചു വെച്ചേക്കുക, ആംപ്ലിഫയർ സെറ്റും വെച്ചിരിക്കുന്നല്ലോ, എടുത്ത് അടിച്ചോളാം. സ്വോത്രം. മറയുടെ കീഴി കർത്താവ് വരുമോ? മദ്യപാനം കുഴപ്പമില്ല. രക്ഷിക്കപ്പെട്ട പല എണ്ണവും രഹസ്യമായിട്ടിപ്പം മണപ്പിക്കുന്ന അറിയുന്നത് നിന്നെ എല്ലാം ദൈവം ഒതുക്കും. സ്വോത്രം. വച്ചയ്ക്കാൻ പറയും. അന്ത്യകാലം മദ്യപാനം തീർന്നില്ല, പെൺപിള്ളേർ കുടിക്കുമോ? സ്വോത്രം. നമ്മുടെ ഭാഷ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞ് ദൈവമായിട്ട് ഭാഷക്ക് വേണം. 2000 കോവിഡിന് മുമ്പിട്ട് ഈ ശംഖുമുഖത്തൊരു പരിശോധന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പരിശോധത്തിൽ വളരെ പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ അവിടെ ചെന്നു, 2 പാട്ടൊക്കെ പാടി, ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ ഈ ലോകം കത്തി നശിക്കും. അങ്ങനെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺപിള്ളേർ ഈ ശബനപ്പൂപ്പി നല്ല കുടി. സ്വോത്രം. ഞാനും ഈ ശബനപ്പ് കുടിക്കുന്നതാ ഇച്ചിരി ക്ഷീണം കൊണ്ട്. എൻ്റെ പൊന്നു ഭാഷ ഞാൻ വിചാരിച്ചു ഇവരെന്തു ഇത്ര ആത്മാർത്ഥമായിട്ട് കുടിക്കുന്നു. അപ്പോൾ കൂടെ പാടുന്ന പയ്യനോട് ചോദിച്ചു, മോനെ ഇവരെന്തുവാടാ കുഞ്ഞ് ഇത്ര ടേസ്റ്റായിട്ട് കുടിക്കുന്ന? ഭാഷ മിണ്ടല്ലേ, ഇവർ രണ്ടും കൂടെ മിക്സാക്കി കുടിച്ചുകൊണ്ടിരിക്കുവാന്ന്. സ്വോത്രം. ബാക്കി പച്ചയ്ക്ക് തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അജിക്കറിയാം, മിക്കവർക്കറിയാം. ഞാൻ സ്ഥിരം ആഴ്ച 4 ദിവസം തിരുവനന്തപുരം, 3 ദിവസം കോഴിക്കോടാണ്. ഈ 4 ദിവസവും രാത്രി പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് തമ്പാനൂന്ന് ഞാൻ ബസ്സിലാണ് പോകുന്നത്. കഴക്കൂട്ടെത്തുമ്പോൾ അനവധി റിസർവേഷൻകാർ കാണാൻ. എൻ്റെ ദൈവദാസന്മാരെ, പോലീസുകാരുടെ പോലും കണ്ണ് മഞ്ഞിരിക്കുക. ആ പാലത്തിൻ്റെ കീഴിൽ നിന്ന് ഈ ടെക്കുകൾ മൊത്തം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴക്കൂട്ടത്തെ ഇപ്പോൾ പോലീസിലുള്ള ഒരുമാതിരിപ്പെട്ടവരല്ല, നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞാൻ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എൻ്റെ സാറ് ഞങ്ങൾ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റർ ഇനി അവരെനിക്കെതിരെ കേസ് കൊണ്ട് കൊടുത്താൽ പ്രശ്നമാണ്, അതുകൊണ്ട് അവർ വലിയ ഉദ്യോഗസ്ഥരാണ്, അവർ ആവശ്യം പോലെ കുടിച്ചോട്ടെന്ന്. സ്വോത്രം. പോലീസുകാർ ഒരു മിണ്ടത്തില്ല. കഴക്കൂട്ടം പാലത്തിൻ്റെ കീഴി എൻ്റെ പടമെടുക്കാൻ വീഡിയോ ഇല്ല, എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയും കാണും. സ്വോത്രം. എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുക. പെൺപിള്ളേർ മോശമല്ല. സ്വോത്രം. ഇന്ന് ബാറിനകത്തും ക്ലബിനകത്തും പെൺപിള്ളേർ. സ്വോത്രം. ബിവറേജസിനകത്ത് ആൾക്കാരെ കൊണ്ട് പൈസ മേടിച്ച് രഹസ്യമായിട്ട് കുപ്പി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുടിക്കുന്ന അമ്മാമ്മമാരെ, നിന്നെ എല്ലാം ന്യായം വിധിക്കും. കർത്താവ് വരാറായി. സ്വോത്രം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ, മദ്യപാനത്താൽ, ചുരുട്ട് വലിക്കുന്ന പെൺകുട്ടികൾ, കഞ്ചാവ് വലിക്കുന്ന പെൺകുട്ടികൾ, കൈക്കകത്ത് ഡ്രഗ്സ് ചെയ്യുന്ന പമ്പ് ചെയ്ത പെൺകുട്ടികൾ. അതുകൊണ്ട് തന്നെ പൗലോസ് പറഞ്ഞത് ദുഷ്കാലം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണം, മദ്യപാനം. അടുത്തത് വായിച്ചിട്ട് മോളെ, ഉപജീവന ചിന്തകളാലും. ഉപജീവന ചിന്ത അതല്ലേ എന്ന് ആർക്കാ? ഉപജീവന ചിന്തയ്ക്ക് ഒരു പേര് വിളിക്കുന്നുണ്ട്, നിർത്താൻ പോവാ. അതിനാ ടെൻഷൻ. അതുകൊണ്ടല്ലേ ഭാഷയോട് വന്ന് അമ്മച്ചി പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്, പ്രാർത്ഥിക്കണം. എന്തായാലും പേര് മാറി. സ്വോത്രം. ടെൻഷൻ ഏതിന് പറഞ്ഞാലും 11 KVയിലെ ടെൻഷനല്ല, ടെൻഷൻ. അതിൻ്റെ പേരാ ഓഫർ. ഇന്ന് കേരളത്തിൽ പണ്ട് ഓണം, ഈ ഭാഷമാരെല്ലാവരും കേരളക്കാരും തൊട്ടപ്പുറത്ത്, ഓണത്തിൻ്റെ പ്രത്യേകത എന്താ? ഊഞ്ഞാൽ, ഉറിയാടി, ഉപ്പേരി. സ്വോത്രം. ഇന്ന് ഓണം ആകുന്നതിന് പെട്ട് ഓഫർ. 1 രൂപയ്ക്ക് വീട്, 2 രൂപയ്ക്ക് സാരി, 3 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ, 4 രൂപയ്ക്ക് കാറ്. കരമുയർത്തുന്നവർക്കായി എല്ലാ പത്രത്തിലും ഇതല്ലേ ഓഫർ. അതിൻ്റെ അർത്ഥം ഒരു വീടുണ്ടായാൽ 2 കാർഡ് നമുക്ക്. വീടിന് ലോൺ, കാറിന് ലോൺ, പഠിപ്പിക്കുന്ന കൊച്ചിന് ലോൺ, കറണ്ട് ചാർജ് ലോൺ, ATM കാർഡിൻ്റെ ലോൺ. എഴുന്നേക്കുന്ന ടെൻഷൻ. അതാ പിശാചി ലോകത്തെ പിടിക്കാൻ പോന്നു. ഉപജീവന ചിന്ത. അതാ ATM കാർഡല്ലോ. അതുകൊണ്ടില്ലേ 1000 രൂപ അടക്കുന്നവനെ ബാങ്ക് വിളിക്കും, മോനെ കാർഡ് വേണോ, കാർഡ് വേണോ. നല്ല കാര്യം. വിളിക്കുമ്പോൾ ഭയങ്കര സ്നേഹം, അടയ്ക്കാതിരിക്കുമ്പോൾ നോക്കിക്കോണം നിൻ്റെ അക്കൗണ്ടിലുള്ളതും കൂടെ അവനെ കൊണ്ടു. സ്വോത്രം. ഇതാണ് ATM. ഇതെല്ലാം അന്ത്യകാല ഓഫർ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, ഉപജീവന ചിന്താലും, മദ്യപാനത്താലും. 39ാമത് കൺവെൻഷൻ ഇരിക്കുന്ന അരുമயான ദേവപിള്ളകളെ, ആ ദിനം വായിച്ചാട്ട് മോളെ, ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ, കോവിഡ് അടിച്ചതുപോലെ കെണി പോലെ വരാതിരിപ്പാൻ കരമുയർത്തുന്നവർക്കായി ഇങ്ങനെ തിന്നും കുടിച്ചും വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തു കർത്താവിന്റെ വരവ് അലക്ഷ്യമാക്കി പോയാൽ ആ ദിവസം ഒരു കെണി പോലെ വരും. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ. അടുത്ത വാക്ക് വായിക്കാം. സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. സർവഭൂതലത്തിലും വസിക്കുന്ന ഏവരുടെ മേലും വരും. ആകയാൽ ഇത് ഈ വാക്യം എല്ലാവരും ഒന്ന്, ഈ ദൈവസഭയിലുള്ളവരും വന്നവരും ഈ വാക്യം ആകയാൽ, ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്. അയ്യോ, ക്രൈസ്റ്റ് ചർച്ച് പ്രാപ്തരാകേണ്ടതിന് സദാകാലവും എല്ലാ കാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. കരമുയർത്തുന്നവർക്കായി ഇതാ നമ്മുടെ കൺവെൻഷൻ. ആകയാൽ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഇന്ന് ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഒറ്റ വാക്ക്, രാത്രി വെളിപ്പാട് പുസ്തകമാണ്. ഇന്ന് പ്രഭാതത്തിൽ വചനം കേട്ട ദൈവമക്കളെ, കുഞ്ഞ് തുടങ്ങിയത് ഇതാ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. വന്നിട്ട് മക്കളെ, എന്താ കൺക്ലൂഡ് ചെയ്യുന്നത്? കർത്താവിൻ്റെ വരവപ്പോൾ, കർത്താവിൻ്റെ ദിവസം
ആ ദിവസം കാണാൻ നിങ്ങൾ കാത്തിരിക്കും. മനുഷ്യപുത്രൻ അവിടെയെന്നും ഇവിടെയെന്നും പറയും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. ആരെ ചേർക്കാൻ? നോഹ പെട്ടകത്തിൽ കടന്നു, അരാരാത്ത് പർവ്വതത്തിനകത്ത് ഉറച്ചു. 7 അടിസ്ഥാന ഉപദേശമുള്ള സഭയെ ചേർക്കാൻ യേശു മടങ്ങി വരും. ലോത്ത് സോദോം വിട്ട നാളിൽ തീയും ഗന്ധകവും ഇറങ്ങി. അപ്പച്ച അമ്മച്ചി, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ തൻ്റെ മക്കളെ പരിശുദ്ധാത്മശക്തി പ്രാപിച്ചവരെ ചേർക്കാൻ യേശു മടങ്ങി വരും. ഇന്ന് രാത്രി ആരെടുക്കപ്പെടും? യാക്കോബിനെ പോലെ അനുതപിച്ചവർ, രൂത്തിനെ പോലെ അന്ത്യം വരെ ദൈവസന്നിധിയിൽ നിന്നവർ. അത് കഴിഞ്ഞ് ഏറ്റവും നിർണായകമായി അവസ്ഥയിൽ അല്ല വ്യവസ്ഥയിൽ ആരാധിച്ച ഹാബേലിനെ ചേർക്കാൻ യേശു മടങ്ങി വരും. ആകയാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറേണ്ടതിന്, സ്തോത്രം, ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറേണ്ടതിന് ഒരു കാര്യം ചെയ്യണം. അതിഭക്ഷണം, മദ്യപാനം, ഇന്നത്തെ ടെൻഷനെല്ലാം ഭൂതലത്തിൽ വരുന്നു. ദ ഡേ ഓഫ് ലോഡ് കമ്മിങ് ഇമ്മീഡിയറ്റ്ലി. കർത്തൻ നാൾ അടുത്തു വരുന്നത്. അത് കാന സഭാ മക്കൾ இந்த കാലയിലെ സെൽഗണം സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കർത്തർക്ക് മഹിമയും കൊടുത്തിരുപ്പേ ഉങ്ങ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യവും കൂടെ, ഒറ്റ കാര്യം പറയാം. പ്രസംഗങ്ങൾ 38 എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് 39ാമത്തെ കൺവെൻഷനാണ്. 38 കൺവെൻഷൻ കേട്ടു. ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസം ഒരു തീരുമാനമെടുക്കും. കാലം നിങ്ങളുടെ മുൻപിൽ കാത്തു നിൽക്കത്തില്ല. മോളെ, ചെറുപ്പക്കാരാ, ഊളിയക്കാരാ, അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ 2 പേരെ കൊന്നു. അവൻ്റെ പേരായിരുന്നു ജോർജ് വിൽസൺ. അവൻ അമേരിക്കയിലെ ഫെഡറൽ കോടതി കൊടുത്തത് തൂക്കിക്കൊലയാണ്. അപ്പോൾ അപ്പനും അമ്മയും 2ാമത് കോടതി ചെന്ന്, ഞങ്ങളുടെ മോൻ 30 വയസ്സേ ഉള്ളൂ, വിവാഹം കഴിച്ചില്ല, ഒരു മകൻ, ആവേശത്തിൽ ചെയ്തു പോയതാണ്. അങ്ങനെയെങ്കിൽ അവനൊരു മാപ്പ് കൊടുക്കും. അവർ പറഞ്ഞു ഇല്ല, അവൻ മരണയോഗ്യൻ. അവസാനം ആരോ പറഞ്ഞ് അമേരിക്കയിലെ പ്രസിഡന്റിനെ കാണാൻ വൈറ്റ് ഹൗസിൽ അവരോടി പ്രസിഡന്റ് അടുത്ത് നിന്നൊരു കത്ത് കൊടുത്ത് ദയാഹർജി, സാറേ ഞങ്ങളുടെ കുഞ്ഞ് 2 പേരെ കൊന്നു, അവനൊരു വിടുതൽ കൊടുക്കണം. സാർ അവരെ കണ്ണീർ കണ്ടു. പ്രസിഡന്റ് 2 പേപ്പർ കൊടുത്തു. 1, അവൻ എഴുതി തരണം ഇനി കുറ്റം ചെയ്യത്തില്ല. 2, അവൻ്റെ സൂപ്രണ്ട് എഴുതണം അവൻ ജയിലിൽ നല്ല നടപ്പ്. ആ പേപ്പറുമായിട്ട് അപ്പനും അമ്മയും ഓടി ജയിലിലേക്ക് വന്ന്, സാർ സാർ സൂപ്രണ്ടിനെ വിളിച്ചു, ഞങ്ങളുടെ മകന് ദയാഹർജി കിട്ടിയിട്ടുണ്ട്. സൂപ്രണ്ട് വായിച്ചു. ഓക്കെ, നിങ്ങൾ ആദ്യം പോയി മകനെ കൊണ്ടൊരു പേപ്പർ ഒപ്പിടിയത്, എൻ്റെ പേപ്പർ ഇവിടെ വെക്കുക. ഈ അപ്പനും അമ്മയും സെല്ലിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ മകൻ അവിടെ നിൽക്കുക. അവനെ വിളിച്ചു, മോനെ മോനെ, നിനക്ക് വേണ്ടി ഒരു ദയാഹർജി തന്നിട്ടുണ്ട്, അതിനകത്ത് ഒപ്പിടുക. ബാക്കി കൊടുത്ത് പ്രസിഡന്റ് ഞങ്ങൾ പത്രം മേടിച്ച് നിന്നെ കൊണ്ടുപോകും. സെല്ലിൽ മറഞ്ഞു നിന്ന ചെറുപ്പക്കാരൻ, ഏവരും കേൾക്കണം, ആ ഹർജി കയ്യിൽ വായിച്ചിട്ട് അവൻ പച്ചയ്ക്ക് വലിച്ചു കയറി. അയ്യോ, അപ്പനും അമ്മയും നിലവിളിച്ച് സൂപ്രണ്ട് ഓടി വന്ന, അയ്യോ ഇവൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഹല്ലേലൂയ സർട്ടിഫിക്കറ്റാ കയറി, അവൻ മരണയോഗ്യൻ. പിന്നെ അവരത് വഴി പോയില്ല. അവർ 2ാമത് ഫെഡറൽ കോർട്ടിൽ പോയി കോടതി ജഡ്ജിയോട് പറഞ്ഞു, സാറേ അവനൊരു ശിക്ഷാവിധി കോടതി കൽപ്പിച്ചാൽ ഇളവ് കിട്ടും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവനെ തള്ളി, നിങ്ങൾക്ക് ദൈവമായിട്ട് പ്രസിഡന്റ് വഴി ഒരവസരം കിട്ടി, ആ അവസരം അവൻ നഷ്ടപ്പെടുത്തിയെങ്കിൽ അവൻ മരണയോഗ്യൻ. കരമുയർത്തുന്നവർക്കായി ഇന്ന് പ്രഭാതത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മശക്തിയിൽ ആരാധിച്ച് ദൈവനിറവിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. രാത്രി വിശുദ്ധ വെളിപ്പാട് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. എല്ലാ അരുമയാന മക്കളും ഒന്ന് എഴുന്നേറ്റ് കർത്തർക്ക് മഹിമൈ കൊടുക്കാം. இந்த കാലയിലെ ആലയത്തിൽ വന്ന് അപ്പാവുക്ക് വചനം കേട്ട് ആത്മനിറവിൽ അപ്പച്ചന് മഹിമൈ കൊടുക്കുക. ആണ്ടവരൻ വല്ലമായി മണ്ണിൽ ഉറങ്ങിയിടുന്ന വിശുദ്ധന്മാർ കാകളനാദം കേൾക്ക്. കുഞ്ഞാടിന്റെ കല്യാണം വരാറായി. കർത്താവ് തൻ ഗംഭീര നാദം മുഴങ്ങ്. പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്ക്. നമ്മെ അരുമയാന പിള്ളകളോട് ചേർന്ന് വാലിബ കുളന്തകളോട് ചേർന്ന് അരുമയാന ഒരു പാടലും കൊടുത്ത് കർത്തർക്ക് മഹിമ. എല്ലാ കരങ്ങളും തട്ടി ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചാട്ട് എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യെസ്, ദിസ് ഈസ് ദ വർഷിപ്പ് ടൈം. എല്ലാ കരങ്ങളും അടിച്ച് നമ്മുടെ കർത്താവ് വരാറായി. യെസ്, ദേശം വിടുവിക്കപ്പെടട്ടെ. ആയിരങ്ങൾ യേശുവിനെ കാണട്ടെ. ആണ്ടവരിൻ വല്ലമ എന്ന മഹിമയാണ് ദേവൻ പ്രസന്ന. ദേവൻ വല്ലമ എന്ന നാൾക്കളിലെ ഓരോ മക്കൾ മേൽ ദേവൻ വല്ലമ എന്ന കൺവെൻഷൻ കൂട്ടങ്ങൾക്കാകെ വെളിപ്പെടുന്ന പകലാകട്ടെ. യെസ്,
കാവുകം ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കാവുകം ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ നീരുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ നീരുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ ഉയർത്തുവാനിൽ ചേർന്നിടുവേ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുവേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ തീരാത്ത സന്തോഷം ജീവനോടി ഭൂതൽ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ജീവനോടി ഭൂതൽ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ഗീതാസ്വരത്തോടും അതോടുകൂടെ ഗീതാസ്വരത്തോടും അതോടുകൂടെ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും ദൂത തുല്യത വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും ദൂത തുല്യത കല്യാണ മകൾ നിരത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കല്യാണ മകൾ നിരത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം മധ്യാകാശത്തിൽ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് കാവുകം ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കാവുകം ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ 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 കാവുകം ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കാവുകം ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കാവുകം ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം Shri